സമയങ്ങളിൽ ഈ തിരുവനന്തപുരത്തിലൂടെ ദൈവം തന്ന കൃപയ്ക്കനുസരിച്ച് ചിന്തിപ്പാൻ നമ്മളെ സഹായിച്ചു. മകര കടന്നു വരാത്ത ചില പ്രിയപ്പെട്ട കണ്ടങ്ങളുടെ ഒരു 2 മിനിറ്റ് സമയങ്ങൾ ആരംഭത്തിൽ വേർതിരിക്കാൻ ആഗ്രഹിക്കുകയാണ്. കാരാഗൃഹത്തിൽ കിടന്ന ദൈവിക പദ്ധതിയുള്ള ദൈവമനുഷ്യങ്ങൾ ദൈവം അയച്ച വിടുതലുകൾ വേദപുസ്തക വെളിച്ചത്തിൽ നമുക്ക് അറിയാം. ഏത് തരത്തിലൊരു വിടുതലാണ് ദൈവദാസനങ്ങൾ സംഭവിച്ചത്. ഒരു കൂട്ടം ജനം ശ്രദ്ധയോടെ പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ കാരാഗ്രഹത്തിനകത്ത് വിടുതലിറങ്ങി ചങ്ങലകൾ വിലാപ്പുറത്ത് തട്ടി ചങ്ങലകൾ അടിച്ച് വാതിലുകൾ തുറന്ന് പ്രാർത്ഥിക്കുന്ന ജനത്തിന്റെ വാതിക്കൽ കൊട്ടിക്കൊണ്ടിരിക്കുന്നു. ഇവിടെ നമ്മൾ വായിക്കുന്നത്, വാതിൽ തുറന്ന് പത്രോസിനെ കണ്ടപ്പോൾ അവർ വിസ്മയിച്ചു, അത്ഭുതപ്പെട്ടു. കാരണം ഒരിക്കലും അവർ ആത്മാവിൽ പ്രാർത്ഥിച്ചു എന്നുള്ള സത്യമാണ്. പക്ഷേ പലരും ഇങ്ങനെ പ്രസംഗിക്കാറുണ്ട്, അവർക്ക് വിശ്വാസം ഇല്ലാത്തത് കൊണ്ട് അവർ വിസ്മയിച്ചു. ഒരിക്കലും ഇത്ര പെട്ടെന്ന് ഒരു വിടുതൽ, ഇത്ര ക്ഷണത്തിൽ ഒരു വിടുതൽ അവർ പ്രതീക്ഷിച്ച് കാണുന്നില്ല. കർത്താവ് ദൂതനെ അയച്ച് ഹെരോദാവിന്റെ കയ്യിൽ നിന്ന് വിടുവിച്ചെന്ന് പറഞ്ഞ അപ്പോൾ ജനത്തിന്റെ പ്രാർത്ഥനയെ കുറിച്ച് പകർക്കാൻ ഞാൻ ഉറപ്പിച്ച് എങ്ങനെയാണ്, ജനം കാരാഗ്രഹത്തിന്റെ അകത്തളങ്ങളിലുള്ള സാഹചര്യങ്ങളെ വിശകലനം ചെയ്തതിനെ മനസ്സിലാക്കിയ ഒരു പ്രാർത്ഥനയല്ല അവർ പ്രാർത്ഥിച്ചത്. കാരണം പുതിയ നിയമസഭയാണ് നമുക്ക് അറിയാവുന്നതുപോലെ 10-ാം നൂറ്റാണ്ടിലായിരുന്ന ആരംഭ സഭയ്ക്ക് അദ്ദേഹത്തിന്റെ ഒരു സാഹചര്യം അറിയത്തില്ല. പകരം നമ്മുടെ പ്രസിഡന്റ് ഒരു സാഹചര്യം അറിയത്തില്ല. പക്ഷെ അവർക്ക് ഒന്നറിയാം, അഭിഷക്തൻ ഹെരോദാവിന്റെ കയ്യിലെ കീഴിലാണ്. അവർ കിടക്കുന്ന ആ കാരാഗ്രഹത്തിന്റെ ഭീകരത എത്രത്തോളമാണെന്ന് അവർക്കറിയത്തില്ല. ഒന്നവർക്കറിയാം, ഹെരോദാവ് അവരെ പിടിച്ചിരിക്കുക. അപ്പോൾ അവർ പ്രാർത്ഥിക്കാൻ ആരംഭിച്ചപ്പോൾ അവർ ശ്രദ്ധിച്ചത്, പകരം നമ്മൾ കേട്ടു, ഹെരോദാവിനെ അവര് ശ്രദ്ധിച്ചു. ഹെരോദാവിനെ ശ്രദ്ധിച്ചപ്പോൾ ആദ്യ ദൈവം ഹെരോദാവിന്റെ അടുത്തല്ല വന്നത്, ഹെരോദാവ് ഉണ്ടാക്കി വെച്ച കാരാഗ്രഹത്തിന്റെ പദ്ധതികളെ അടിപ്പാൻ സ്വർഗത്തിലെ ദൈവത്തിന്റെ ദൂതനെ അയച്ചു. അതുകൊണ്ട് നമ്മുടെ പ്രാർത്ഥനയിൽ ചില ചേഞ്ചുകൾ ഉണ്ടാകണം. അതേപോലെ നമ്മൾ പ്രാർത്ഥിച്ചു വരുന്ന പ്രാർത്ഥനകളുണ്ട്. എന്നാൽ അത്ഭുതകരമാകുന്ന മാറ്റങ്ങൾ സംഭവിക്കാനുള്ള, അസാധ്യമെന്ന് തോന്നുന്ന ചില വിഷയങ്ങളെ, ദുരാത്മമണ്ഡലങ്ങളുടെ സ്വാധീനത്തിൽ കിടക്കുന്ന ചില വിഷയങ്ങൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ ഒരിക്കലും സിറ്റുവേഷനെ നോക്കിയല്ല പ്രാർത്ഥിക്കണ്ടേ, ആ സാഹചര്യങ്ങൾ ഉളവാക്കിയ ഉറവിടങ്ങളെ കണ്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ സാഹചര്യങ്ങൾ കിടക്കുന്ന സകല കെട്ടുകളെയും സ്വർഗ്ഗത്തിലെ ദൈവം അഴിച്ചു മാറ്റാനാണ്. ആത്മാവിന്റെ പ്രാർത്ഥനക്കാർ പ്രാർത്ഥിച്ച പ്രാർത്ഥനയിൽ ദൈവം ചെയ്യേണ്ട പോലെ കാര്യങ്ങൾ ചെയ്യും. കൃത്യതയോടെ കാര്യങ്ങൾ ചെയ്യും. എന്നാൽ ഈ രാത്രികൾ അതിന് തുടർമാനമായി ചിന്തിക്കാൻ ആഗ്രഹിക്കുന്ന കാര്യം എന്താണ്? ഉറവിടങ്ങളെ നോക്കി പ്രാർത്ഥിച്ചപ്പോൾ സാഹചര്യങ്ങൾക്കകത്ത് ഈ ഉറവിടങ്ങളെ നോക്കി ഒരു ദൈവ മനുഷ്യന് പ്രാർത്ഥനകൾ ഒന്ന് ഉയർത്തി വിടണമെങ്കിൽ ആ ആളില് പ്രധാനമായി 2 ഗുണങ്ങൾ, 2 ഭാഗത്തോടെ ചിന്തിച്ച് പ്രാർത്ഥിപ്പാനേ ആഗ്രഹിക്കും. ചുമ്മാ ഇല്ലാത്ത പെട്ടെന്ന് ഒരു ഉറവിടത്തെ കണ്ടുപിടിച്ച് പ്രാർത്ഥിക്കാൻ പറ്റില്ല. ലാഘവത്തോടെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമില്ല. നമ്മുടെ ജീവിതത്തിനകത്ത് ഒരു കലുഷിതമാകുന്ന അന്തരീക്ഷം സൃഷ്ടിച്ച് വളരെ കാലങ്ങളായി നമ്മളെ മാനസികമായും ശാരീരികമായും ഒന്നും മാറുമ്പോൾ മറ്റൊന്നായി പീഡനങ്ങളെ അനുഭവിപ്പിച്ചുകൊണ്ടിരിക്കുന്ന മേഖലയ്ക്കകത്തുനിന്ന് നമ്മൾ പ്രാർത്ഥിച്ചാൽ ഒരു ആശ്വാസം ഉണ്ടാകും. ചിലപ്പോൾ വിടുതൽ പൂർണ്ണമായി കണ്ടെന്ന് വരത്തില്ല. അങ്ങനെയുള്ള വിഷയങ്ങളെ ആ പ്രാർത്ഥന നിർത്തിയിട്ട് അങ്ങനെ ഒരു അന്തരീക്ഷം അവിടെ സൃഷ്ടിക്കപ്പെടാൻ സംജാതമായ ഒരു ഉറവിടമുണ്ടെന്ന് ആത്മാവിൽ കണ്ട് തിരിച്ചറിഞ്ഞ ഉറവിടത്തെ തൊട്ടുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ അപ്പൊ അങ്ങനെ ചില ഉറവിടങ്ങളിലേക്ക് പ്രാർത്ഥനകളെ ഉയർത്താൻ കഴിയുന്നത് ആർക്കാണ്? എല്ലാവരും പറ്റും. ഇരുപഴുത്തുകൾക്ക് കൂടെ സഞ്ചരിച്ചാൽ നമുക്കറിയാം, എലീശ എന്ന് പറയുന്ന ഒരു പ്രവാചകൻ ആത്മാവിന്റെ ഇരട്ടിപ്പതിനെ പ്രാപിച്ചുകൊണ്ട് യോർദാനെ കീറി മുറിച്ച് കയറി വന്ന് താൻ നിൽക്കുന്ന ആദ്യത്തെ പട്ടണമാണ് യെരിഹോ.
ഏലിയാവിൽ നിന്ന് വീണ അവൻ ആത്മാവിന്റെ ഇരട്ടിപ്പന്തിനെ പ്രാപിച്ച ഒരു ദൈവമനുഷ്യൻ പട്ടണവാതിക്കൽ നിൽക്കുമ്പോൾ പട്ടണക്കാരല്ല പട്ടണവാതിക്കൽ ഒരു വലിയ സങ്കടത്തോടെ ഉറച്ച നിലവിളിയോടെ വെയിറ്റ് ചെയ്യുക. അവർ പറയുന്ന യജമാനനെ, ഈ പട്ടണത്തിന്റെ ഇരിപ്പ് മനോഹരമെന്ന് യജമാനൻ കാണുന്നു. വെള്ളം ചീത്തയും ദേശം ഗർഭനാശവുമാണ്. അതാണ് അവരുടെ പരാതി. ഗർഭനാശകം പലതും ഉളവായി വരും. അത് പൂർണ്ണ വളർച്ച എത്തുന്നതിന് മുമ്പ് അത് അനുഭവിക്കുവാൻ കടന്നു ചെല്ലുമ്പോൾ നഷ്ടപ്പെട്ടു പോകുന്ന അവസ്ഥ. ഉളവാകും, അനുഭവിക്കാൻ പറ്റില്ല. അങ്ങനെ വിഷയങ്ങളോ ചില പറയുന്ന ജോലികളെ പല സാധ്യതകളും വഴികളും ഒക്കെ തുറന്നു വന്നു, പക്ഷെ ഒന്നും അങ്ങോട്ട് സക്സസ് ആകുന്നില്ല. അവൻ യാത്രയുടെ ക്രമീകരണങ്ങൾ പലതും ഇങ്ങനെ അവൻ 2-3 വർഷം ട്രൈ ചെയ്തുകൊണ്ട് ഒന്നും നടക്കുന്നില്ല. അവൻ പല ബിസിനസ് പല കാര്യങ്ങളും തുടങ്ങി വെക്കുന്ന ഒന്നിലും ഒരു മേൽഗതിയില്ല. ആത്മീയ കാര്യങ്ങൾ പോലും പലതും ചെയ്യുവാൻ വളരെ ആർജവത്തോടെ പാദം വെക്കുന്നു, പക്ഷെ അത് സക്സസ് ആവുന്നില്ല. അവൻ ഇതിന്റെ പിന്നിൽ വ്യാപരിക്കുന്നത് ഗർഭനാശകമാണ്. അകത്തളങ്ങളിൽ അവൻ പ്രാപിച്ചെടുത്ത ദർശനത്തെ, അകത്തളങ്ങളിൽ വളർന്നുകൊണ്ടിരിക്കുന്ന ദർശനത്തെ ഇതിന്റെ പൂർത്തീകരണ മേഖലയിലേക്ക് എത്തിക്കാതെ ഏതോ ഒരു അദൃശ്യ മേഖലയ്ക്കകത്ത് അതിനെ ഇല്ലായ്മ ചെയ്യുന്ന ഒരു സ്പിരിറ്റ്. ജനം പട്ടണക്കാര് പല നിലകളിൽ അതിനെ കുറിച്ച് പഠിച്ചിട്ട് അവർക്ക് ഒരു കാര്യം മനസ്സിലായി, ഞങ്ങളുടെ പട്ടണത്തിനകത്ത് ഒഴുകുന്ന വെള്ളം ചീത്തയാണ്. ഏതൊക്കെ മേഖലകളിലാണ് ഗർഭനാശകം സംഭവിക്കുന്നത്? സസ്യങ്ങളില്, മനുഷ്യരില്, ജന്തുക്കളില്. ഇതെല്ലാം വെള്ളത്തെ ആശ്രയിച്ചാണ്. ഈന്തപ്പനകൾ ധാരാളമുള്ളതാകുന്ന ഈ പട്ടണത്തിനകത്ത് ആ ഫലം അവൻ പഴുത്തത് പാകമാകുന്നതിന് മുമ്പ് കൊഴിഞ്ഞതാകും. കാരണം ഈന്തപ്പന വലിച്ചെടുക്കുന്നത് ഈ പട്ടണത്തിലെ മലിനജലമാണ്. മൃഗങ്ങൾ ആ പട്ടണത്തിലുണ്ട്. ആ മൃഗങ്ങളുടെ അവൻ ഉദരത്തിനകത്ത് ഉരിവായി വരുന്ന അതിന്റെ അവൻ ഒരു തലമുറ പുറത്തു വരുവാൻ കഴിയാതെ ഗർഭത്തിൽ വെച്ച് തന്നെ അത് അലസിപ്പോകുന്ന അനുഭവം. കാരണം മൃഗം കുടിക്കുന്നത് ഈ പട്ടണത്തിലെ വെള്ളമാണ്. മനുഷ്യനും സംഭവിക്കുന്നു. ആ പട്ടണക്കാർ പറയുന്ന പദത്തിനകത്തുണ്ട് മരണവും ഗർഭനാശവും എന്ന് പറഞ്ഞാൽ ഇതിനോടകം പലതും മരിച്ചു, ഇതിനോടകം പലതും നശിച്ചു, പലതും ഇല്ലാതാക്കുന്നു, പലതും നഷ്ടമാക്കുന്നു, പലതും ഒരിക്കലും മടങ്ങി വരാത്തതുപോലെ കൈവിട്ടു പോകുന്നു, ചിലർക്ക് നാശത്തിന്റെ വക്കിൽ നിൽക്കുന്നു. ഇന്ന് രാത്രി അങ്ങനെ നമ്മുടെ ജീവിതത്തിന്റെ സമസ്ത മേഖലയെ സ്വാധീനിക്കുന്ന ചിലതിനെ ഇന്ന് രാത്രി ആത്മാവിൽ തകർത്ത് കളയാൻ ആർജവത്തമുള്ള ദൈവമക്കൾക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ചിലതിനെ തമ്പുരാൻ ആവശ്യപ്പെടും. ഒത്തിരി എലീശാവുമില്ലെങ്കിലും 1-2 എലീശമാരെ പോലെ ചിലതിന് രാത്രി ഇതിനകത്ത് എഴുന്നേറ്റ് വരണമെന്ന് ദൈവത്തിന്റെ ആത്മാവ് ആഗ്രഹിക്കുന്നു. അത് ഞാനാകട്ടെന്ന് ആരെങ്കിലും ഇടവരുന്നുണ്ടെങ്കിൽ ഒരു ഡബിൾ പോർഷൻ, ഒരു ഇരട്ടി പങ്ക് നിന്റെ തലവരെ ഈ രാത്രി ആത്മാവ് പകരാമോ? ആത്മാവിൽ സഞ്ചരിച്ചുകൊണ്ട് ഉറവിടങ്ങളെ തൊടുന്ന ചില ശുശ്രൂഷകൾ, ഉറവിടങ്ങളെ തൊടുന്ന ചില പ്രാർത്ഥനകൾ, ഉറവിടങ്ങളെ തൊടുന്ന ചില ആരാധനകൾ ഇന്ന് രാത്രി സഭയ്ക്കകത്ത് യേശുവിന്റെ നാമത്തിൽ അത് വെളിപ്പെട്ടു വരട്ടെ. ഈ സഭയുടെ ആരാധന ചില ഉറവിടങ്ങളെ തൊടാൻ പോവാം. ഈ സഭയുടെ പ്രാർത്ഥന ഉറവിടങ്ങളെ തൊടാൻ പോവാം. ഈ സഭയുടെ ശുശ്രൂഷ ചില മറഞ്ഞിരിക്കുന്ന ഉറവിടങ്ങളെ രാത്രി തൊടാൻ പോവുക. ഗർഭനാശകം ഉണ്ടാക്കുന്ന, മരണമുണ്ടാക്കുന്ന, നാശം വിധിക്കുന്ന ഉറവിടങ്ങളെ തൊടുന്ന എലീശാമാർ ഈ രാത്രി ഇവിടെ എഴുന്നേൽക്കട്ടെ.
അനുഭവിക്കുന്ന സാഹചര്യത്തെ കുറിച്ച് നല്ല ഗ്രാഹ്യമുണ്ട്. സാഹചര്യത്തെ കുറിച്ച് നല്ല അറിവുണ്ട്. അവരത് പറഞ്ഞില്ല. സാഹചര്യത്തെ കുറിച്ച് പറഞ്ഞത് യജമാനനെ മരണം, യജമാനനെ ഗർഭനാശം. ഇതിന്റെ പിന്നിലെ പ്രശ്നം ഞങ്ങൾക്ക് അല്പമായി മനസ്സിലായില്ല. ഈ ജലമായി വെള്ളം, ഇതവരുടെ സിറ്റുവേഷൻ. ആലപ്പുഴയിലെ കടലോരത്തെവിടെങ്കിലും പോയി 10 സെന്റ് സ്ഥലം മേടിച്ച് വീട് വെച്ചിട്ട് കിണറ് കുത്തിട്ട് വെള്ളം ഒരു യൂസ് കൊടുക്കുമ്പോൾ വെള്ളത്തിന് എന്താ അങ്ങനെ പറഞ്ഞാൽ ഒരു 10 മീറ്റർ കൊണ്ട് മാറി വിറ്റേച്ചത് 50 സെന്റ് മേടിക്കാൻ പോകും. അവിടെ വെച്ചാൽ അത് മാറണേ, ആ സ്ഥലം വേണം. അങ്ങനത്തെ ഒരു വെള്ളമാണ് ലഭ്യമാകുന്നത്. എരിവോപട്ടണത്തിൽ പാർക്കുന്ന ഒരു വീട്ടിൽ അവരുപയോഗിക്കുന്ന ഒരു ജലാശയം, അതിനകത്തെ വെള്ളം കോരി അവർ കുടിക്കുമ്പോൾ അവരുടെ ശരീരത്തിന് ഹാനികരമാകും. അവരുടെ സസ്യങ്ങൾക്ക് ഫലം ഒരു പൂർണ്ണതയോടെ പുറപ്പെടുവിക്കുവാൻ കഴിയുന്നില്ല. അവരുടെ മൃഗങ്ങൾക്ക് വേറും പിറപ്പും ഉണ്ടാകുന്നില്ല. കാരണം ഗർഭത്തിൽ വെച്ച് തന്നെ അതിന്റെ അടുത്ത ആ തലമുറ എന്താണ് അലസിപ്പോകും. മനുഷ്യരിൽ സംഭവിക്കുന്നു ഭയാനകമായ കാര്യം. മരണത്തിൽ പറഞ്ഞു മരണം കൂടെ ഞങ്ങളുടെ പട്ടണത്തിൽ ഉണ്ടാകും. കാരണം അവർക്ക് വെളിയെത്തി വെള്ളം കാരണം ഈ കിണറ്റിലെ വെള്ളം കുടിച്ചിട്ട് മരണമാണ്. അടുത്ത കിണറ്റിൽ അവിടെ ചെന്ന് പോയി അവിടെ പോയി അവർ ഇവിടെ അപ്പൊ അവിടെ പോയിട്ട് അടുത്ത വീട്ടിലോട്ട് എരിഹോ പട്ടണത്തിന്റെ മതിൽക്കെട്ടിനകത്ത് എവിടെ നിന്ന് വെള്ളം ഉപയോഗിച്ചാലും മരണവും. നമ്മൾ കണ്ടു ആത്മാവിന്റെ ഇരട്ടിപ്പങ്കിന്റെ അഭിഷേകം പ്രാപിച്ച് ഇറങ്ങി വരുന്ന ദൈവദാസൻ ചെയ്ത കാര്യം. പട്ടണക്കാരുടെ നിലവിളിക്ക് മുമ്പിൽ അഭിഷേകം പറഞ്ഞതാണ് ഒരു പുതിയ കളി കൊടുക്കുക. ഞാനിങ്ങനെ ചിന്തിക്കുന്നത് മനുഷ്യൻ ഇങ്ങനെ പോകുമ്പോൾ നിലവാദത്തിൽ ചെയ്തി ഇതോട് കയറിക്കൊണ്ട് അടുത്ത വീട്ടുകാർ പറയാണ് അതിൽ ഒരിക്കൽ ഉപ്പ് ഞങ്ങളുടെ ജലാശയത്തിൽ കൊടുക്കുക. അപ്പുറത്തെ വീട്ടുകാർ കുറച്ചിട്ടുണ്ടായി ഞങ്ങൾക്കൊരു സ്വന്തമായിട്ട് കുളമുണ്ട്, ഇവിടെ ഒരു 2 തേങ്ങ നോ സക്സസ് ആവുകയാണ്, വിടുതലാവുകയാണ്. അവിടെ അല്ല വരുന്നത് പട്ടണത്തെ അവൻ ഈ ജലത്തെ മൊത്തം മലിനമാക്കുന്ന ഉറവയുടെ ഒരു ഉറവിടമുണ്ട്. ഇന്ന് രാത്രി ഈ പട്ടണത്തിൽ ഈ സഭയിൽ അമേശ്വരം എന്ന പകരം അയച്ചെങ്കിൽ കർത്താവിനോട് പറഞ്ഞിരിക്കുന്ന ഉറവിടങ്ങളെ തകർക്കുന്ന ഒരു കൂട്ടം ഇവിടെ എഴുതേക്കും. ഒത്തിരി പേര് വന്നൊരു മൊത്തം എഴുന്നേക്കുന്നൊന്നും എനിക്ക് ഉറപ്പില്ല. പക്ഷേ ഈ ദൂത് ഇങ്ങനെ വന്നതുകൊണ്ട് ഉറവിടങ്ങളെ കണ്ടുപിടിച്ച് ഉറവിടങ്ങളെ പൊളിക്കുന്ന ഒരു നല്ല ഒരു കൂട്ടത്തെ ഇതിനകത്തുനിന്ന് എന്റെ ദൈവാത്മാവ് എഴുന്നേൽപ്പിക്കാമോ? പ്രാർത്ഥിക്കുമ്പോൾ ഉറവിടം വെളിപ്പെട്ട് വരിക. സാധാരണഗതിയിൽ എന്നും പ്രാർത്ഥിക്കുന്നവരായിരിക്കും പ്രാർത്ഥിച്ചു തുടങ്ങുന്നത്. എന്നാൽ നിശ്ചിതങ്ങളുടെ പ്രയത്നത്തെ നിങ്ങൾ കണ്ടോ? ആവശ്യപ്പെട്ട കാലങ്ങളായി ചില മേഖലകൾക്കകത്ത് തകർച്ചകളിട്ട് വിടുതൽ കാണാൻ അനുവദിക്കാത്ത ചില ഉറവിടങ്ങൾ നിങ്ങളുടെ മുമ്പിൽ വെളിപ്പെടാൻ പോവാ. ആ വെളിപ്പെടുമ്പോൾ നിങ്ങൾ മൗനം വലിക്കില്ല. ആ ഉറവിടങ്ങളെ തകർത്ത് കളയുക. ഈ രാത്രി നിങ്ങൾ ദൈവം കാണുകയാണ്. പട്ടണത്തിന്റെ വാതിക്കൽ വന്ന വിഷയം കേട്ടപ്പോഴേ ആത്മാവ് ദൈവമനുഷ്യനോട് പറഞ്ഞു, ഇത് ഉപ്പ് പ്രാർത്ഥിച്ച് ഓരോരുത്തരുടെ ഓരോരുത്തരും ഉപ്പിട്ടിട്ട് കാര്യമില്ല. എലീശായെ ഈ ഉപ്പ് മാറ്റി എവിടെ പോകണമെന്നറിയാമോ? പട്ടണത്തിലേക്കുള്ള സകല ആമേശ്വരൻ ജലാശയത്തിന്റെ ഒരു ഉറവയുണ്ട്, ഒരു ഉറവിടമുണ്ട്. ആ നീരുറവിന്റെ അരികിൽ പോകണം. പോകാൻ അല്പ റിസ്ക് ആയിരിക്കും. ആളുകളും തോടുകളും നദികളും ഒക്കെ നമ്മളിങ്ങനെ കാണാറുണ്ട്. ഓരോ സ്ഥലങ്ങളൊക്കെ കാണാൻ വളരെ മനോഹരമാണ്. ഇതിലേക്ക് ഉത്ഭവസ്ഥാനങ്ങൾ അന്വേഷിച്ച് പോയാൽ അല്പം കാടിനും അങ്ങോട്ട് കയറുക. പുരാതന എന്ന് പറയുന്ന ഒരു നദി നമ്മുടെ കേരളത്തിലൂടെ ഒഴുകുക.
കാണാനൊക്കെ നല്ലതാണ്. പക്ഷെ ഇതിന്റെ ഉത്ഭവസ്ഥാനം തേടി പോകണ അല്പം പ്രയാസമുണ്ട്. കുറച്ച് ദൂരമൊക്കെ പോകുക ഒരു കാലഘട്ടത്തിൽ ഒരവസരത്തിൽ എന്ന് പറയുന്ന ആ യാത്ര ദുസ്സഹമാണ്. അല്പം നമ്മള് റിസ്ക് എടുത്തെങ്കിൽ മാത്രമേ ചെല്ലുള്ളൂ. കയ്യിൽ ഒരു തലയിക്കകത്ത് ഉപ്പും പിടിച്ചുകൊണ്ട് ഒരു ദൈവ മനുഷ്യൻ കയറി പോകുന്ന എവിടേക്കാണെന്നറിയാമോ? ആരുടെയും സ്വന്തം പ്രോപ്പർട്ടിക്ക് അകത്തുള്ളതാകുന്ന ഒരു കിണറ്റിൽ ഇടവല്ല. ഈ കിണറിലെയും ജലാശയങ്ങളും എല്ലാം വെള്ളത്തെ അവൻ ഉത്ഭവിപ്പിച്ച് വിടുന്ന ഒരടിസ്ഥാന ഒരു ഉറവിടം ദേശത്തുണ്ട്. അതിന്റെ അരികിലേക്ക് ദൈവ മനുഷ്യൻ കടന്നു പോവാ. അവിടെ ചെന്ന് ഉപ്പിട്ട് കഴിഞ്ഞപ്പോൾ എല്ലാ ജലാശയങ്ങളും മരണവും ഗർഭനാശവും മാറി ഇന്നു വരെ അത് പെട്ടെന്ന് ഒരു പോരാട്ടല്ലേ, യഹോവയുടെ പട്ടണത്തിൽ ഒത്തിരി പ്രത്യേകതകളുണ്ട്. സാധാരണഗതിയിലൂടെ ഉഷ്ണമേഖല കാലാവസ്ഥയാണ്. ഈ തമ്പനകൾ ധാരാളമായി നിൽക്കുന്നതുകൊണ്ട് ഈ നഗരം എന്ന പട്ടണത്തിന് പേരുണ്ട്. പാലസ്തീന്റെ വിവിധ ഭാഗങ്ങളിൽ ഒടുവിൽ ശൈത്യം അനുഭവിക്കുന്ന കാലഘട്ടത്തിൽ ശൈത്യകാലത്ത് നിന്ന് രക്ഷപ്പെടുവാൻ തക്കവണ്ണം വിവിധ ദേശങ്ങളിലുള്ളതാകുന്ന അനവധി ആൾക്കാർ കയറി വന്ന് പാർക്കുന്ന ഒരു പട്ടണമാണ് യഹോവ. ഇതിന്റെ വാതിലുകൾ എപ്പോഴും ആ കാലഘട്ടങ്ങളിൽ തുറന്നു കിടന്ന ചരിത്രം പറയും. ഏത് വ്യക്തിക്കും ഏത് സമയത്ത് വരാം. സമ്പൽ സമൃദ്ധിയുടെ പട്ടണം. പറഞ്ഞിട്ടെന്താ കാര്യം? അതുകൊണ്ട് സമ്പൽ സമൃദ്ധിയുടെ പട്ടണം. അതിലും വെള്ളം ആര് പാർക്കും, ആര് കയറി വരും? മനോഹരമായിരിക്കും. പക്ഷേ കയറിയ പട്ടണത്തിൽ വരുന്നവൻ നിമിഷ നേരം കൊണ്ട് സ്ഥലപ്പെടും. മനോഹരതകളാണ് കയറുന്നത്, പക്ഷെ നിൽക്കാൻ പറ്റുന്നില്ല. മാരകമായ വിഷം, മലിനമാകുന്ന വിഷം വെള്ളത്തിനകത്ത് കിടക്കുന്നു. ഈ അഭിഷേകമുള്ളവനെ ഗൗരവമായ തലങ്ങളിൽ കാര്യങ്ങൾ കൈകാര്യം. നമ്മുടെ ഏത് ബലവും ഏത് പിടിപാടും ഏത് സ്വാധീനവും നമുക്കുണ്ടെങ്കിലും ചില അതൊന്നും ഒരു വിലയുമില്ലാതാകുന്ന സമയങ്ങൾ നമ്മുടെ ലൈഫിൽ. പക്ഷേ അവിടെ അഭിഷേകം അതിന്റെ തനതായ ശൈലി വെളിപ്പെടുത്തിയാണ്. പട്ടണത്തിനകത്ത് പട്ടണ വാതിൽക്കൽ നിന്നപ്പോൾ തന്നെ പട്ടണത്തിലെ പ്രശ്നം എന്താണെന്ന് പരിശുദ്ധാത്മാവിൽ നിന്ന് ദൂത് പ്രാപിച്ച ഒരു ഭക്തനാണ്. ഞാനൊരു 3 ദിവസം പ്രാർത്ഥിച്ചു നോക്കട്ടെ, പട്ടണത്തിന്റെ വിഷയം മാറുന്ന എങ്ങനെയാന്ന് പറഞ്ഞു പരീക്ഷ ഇല്ല. അവരെ വിഷയം കണ്ടിട്ട് പുതിയ തളിയുണ്ടോ? ആര് പറയുക? ദൈവം പറഞ്ഞു. ഈ തളിയെ ഉൾപ്പെടെ ആര് പറഞ്ഞു? ദൈവം പറഞ്ഞു. ഈ തളിയെ ഉറവിപ്പോ ആര് പറഞ്ഞു? ദൈവം പറഞ്ഞു. അപ്പൊ ഞാൻ ഇന്ന് രാത്രി പറയുന്നത്, ഈ ഉറവിടങ്ങളിൽ കയറി ആ തലങ്ങളെ കൂട്ടാനും ആ തലങ്ങളെ വെട്ടാനും അതിനെ ഫോക്കസ് ചെയ്ത് പ്രാർത്ഥിക്കാനും ഒരു സാധാരണ ഗതിയിൽ ചലിക്കുന്ന ഒരുവന് കഴിഞ്ഞില്ലെന്ന് വരും. അതിനല്പം കൂടെ ഉയർന്ന ലെവലിലേക്ക് ഒരു അനോന്യ തലങ്ങളിൽ നമ്മള് നമ്മൾ ഈ പ്രാപിച്ച അഭിഷേകമാണ്. നമ്മൾ പ്രാപിച്ച അഭിഷേകം ചിലപ്പോൾ 10 വർഷം മുമ്പായിരിക്കും നമ്മൾ അന്യഭാഷ പ്രാപിച്ചത്. 15 വർഷം മുമ്പായിരിക്കും. ആ പ്രാപിച്ച കാലത്തെ പോലെ ഇത് നിൽക്കാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. ഈ അഭിഷേകം എന്ന വിഷയത്തിന് നാൾത്തോറും എന്തുണ്ടാകും? രാവിലെ അങ്ങനെ ആരോ പ്രാർത്ഥിച്ചു, ആരോ അനിവാര്യ പ്രാർത്ഥിക്കാൻ ആ ലെവലിൽ ഞാൻ പറഞ്ഞ വെളിപ്പാട്. ഈ വിശുദ്ധന്മാർക്ക് ഒരു യഥാസ്ഥാനമുണ്ടല്ലേ?
നമ്മൾ വിശുദ്ധന്മാർ പറയുന്നത് വിശുദ്ധന്റെ യഥാസ്ഥാനം. നമ്മൾ പറയുന്ന സമയം പാപിയായ യഥാസ്ഥാനം, വിശുദ്ധ യഥാസ്ഥാനം. കർത്താവ് ഒരാളെ വിളിച്ച് വേർതിരിച്ചിട്ട് 25 വർഷം കഴിഞ്ഞെങ്കിൽ, 10 വർഷം കഴിഞ്ഞെങ്കിൽ, 20 വർഷം കഴിഞ്ഞെങ്കിൽ, 30 വർഷം കഴിഞ്ഞവൻ ജീവന്റെ പുസ്തകത്തിൽ അവരുടെ പേരെഴുതപ്പെട്ട് ഇത്രയും കാലഘട്ടമായെങ്കിൽ ഈ കാലഘട്ടങ്ങളൊക്കെയും അവൻ ഒരു ട്രാക്കിനകത്തൂടെ എന്ത് ചെയ്യാം? സഞ്ചരിക്കാം. എവിടേക്ക്? വീട്ടിലേക്ക്. കാഴ്ചപ്പാട് മാറി സഹോദരന്മാരെ, കാഴ്ചപ്പാട് മാറിയിട്ട് ഈ 5 വർഷമായ ഉപദേശിക്കാൻ ന്യായമായിട്ടൊരു സ്കൂട്ടർ വേണം. 15 വർഷം സുശേഷകൻ ചെയ്താൽ അദ്ദേഹത്തിന് അത്യാവശ്യം ഒരു ചെറിയ ആൾട്ടോ. 20 വർഷം കൂടി ശുശ്രൂഷ ചെയ്ത പുള്ളിക്ക് നോവ. ഇന്നത്തെ ആത്മീയതയുടെ അളവ് പോലെ ഇതിനകത്തൊക്കെ ഒരു ശകലം പാലിനകത്ത് ചേർക്കുന്ന ഒരു ശകലം സാധനം ചേർത്ത ഇന്നോവ ഒക്കെ വിട്ടു വരും. അല്ലെ നമ്മള് 3 ദിവസം അത്യാവശ്യം പ്രാർത്ഥന ഉണ്ട്, അങ്ങനെ എങ്ങനെയാണെന്ന് പറഞ്ഞ് റൂട്ടൊന്ന് തിരിച്ചാൽ സാധനം വരും. വേണ്ടല്ലോ, തമ്പുരാൻ. ഈ സാധനമൊക്കെ സാമ്പാറിന്റെ പുറത്ത് അവൻ പൊള്ളിച്ചു വെക്കുന്ന പപ്പടം പോലെ കണ്ണു നടന്നാൽ അളവ് പോലെ ഇതല്ല. 30 വർഷത്തെ ആത്മീയ ജീവിതം നയിച്ച എന്റെ വീടിന്റെ മോളിൽ 2 വീടുണ്ടോ എന്നുള്ളതല്ല തമ്പുരാൻ നോക്കുന്നത്. വേണം ഭൗതികതയ്ക്കെതിരെ, പ്രോസ്പെരിറ്റിക്കെതിരെ ഒന്നും പ്രസംഗിക്കുന്ന ആളല്ല. നന്മകളും അവൻ അനുഗ്രഹങ്ങളും ഒക്കെ നമ്മുടെ ആയുഷ്കാലം നമ്മളെ പിന്തുണയ്ക്കുമെന്ന് പറയുന്ന പുസ്തകത്തെ ഞാൻ അംഗീകരിക്കുന്നു, ഞാൻ അത് അനുഭവിക്കുന്നു. ഇന്ന് വിശ്വാസത്തിൽ ജീവിക്കുന്ന ദൈവദാസനാണ് ഞാൻ. അവനെ മാസാമാസം ആരുടെ സപ്പോർട്ട് കൊണ്ടല്ല, കർത്താവ് നടത്തുന്നു. പരാതികളില്ല, പരിഭവങ്ങളില്ല. അവൻ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും തമ്പുരാന്റെ മുഖത്തേക്ക് നോക്കി ജയത്തോടെ യാത്ര ചെയ്യും. യേശുവിൻ നാമത്തിൽ ജയം. അപ്പൊ ഇതൊന്നും അളവ് പോലെ, ഇതല്ല ആത്മീയതയുടെ അളവ് പോലെ. 10 വർഷത്തെ ആത്മീയ ജീവിതം നയിച്ച ഞാൻ 10 വർഷം കഴിയുമ്പോൾ ഇന്ന ലെവലിൽ ഒരു നിറവിൽ നിൽക്കണമെന്ന് എന്നെ വിളിച്ച ദൈവത്തിന് എന്നെ കുറിച്ചൊരു സ്വപ്നമുണ്ട്. ആ സ്വപ്നം ഞാൻ നിവർത്തീകരിച്ചാൽ എന്നെ പോലെ ഭാഗ്യവാൻ ഉലകത്തിൽ ഒരുത്തനാണ്. കർത്താവ് വിളിച്ചിട്ട് 24 വർഷമാണെങ്കിൽ 24ാമത്തെ വർഷത്തിൽ ആമേൻ. ചിലരൊക്കെ പറഞ്ഞ സാക്ഷി ദൈവം ആഗ്രഹിക്കുന്ന പോലെ ഇതുവരെ എത്താൻ ദൈവം ആഗ്രഹിക്കുന്നത് ഇതുവരെ എത്താൻ കഴിഞ്ഞില്ല. എന്താ കഴിയാതെ? തമ്മിലെന്താ പിശുക്ക് കാണിക്കുന്നു? പിന്നെന്താ എത്താത്ത? എന്താ മിസ്റ്റേക്ക്? എവിടാ? നമ്മൾക്ക് സംഭവിക്കുന്ന ഒരു വിഷയം, നമ്മുടെ സാഹചര്യങ്ങൾക്കകത്ത് വെളിപ്പെട്ടു വരുന്ന പല കാര്യങ്ങളും നമ്മുടെ ആത്മമണ്ഡലത്തെ സ്വാധീനിക്കും. അങ്ങനെയൊക്കെ ജീവിക്കണവല്ല അമാനുഷികന് വരുന്നല്ലേ വിളിച്ചോ. അല്ലെങ്കിൽ പിന്നെ പൗലോസിനെ പോലെ ഒക്കെ ജീവിതം, പൗലോസിനെ പോലെ 3 സംവത്സരം ദൈവത്തോട് കൂടെ നടന്നൊരു ഭക്തന് കുടുംബമുണ്ട്, തലമുറകളുണ്ട്, അല്ലേ? പക്ഷെ ദൈവത്തോടു കൂടെ നടക്കുന്നതിനകത്ത് അത് അദ്ദേഹത്തെ ബാധിച്ചോ? ഇല്ല. ദൈവങ്ങളെ ഒരു 10, 60, 65, 70 കഴിയുമ്പം
ഒരു കുറ്റബോധം നമ്മളെ ഭരിക്കാത്ത നിലകളിൽ ഒരാത്മ വളർച്ചയ്ക്ക് വേണ്ടി ഓരോ ആരാധനയും ഞാൻ പകരം പറഞ്ഞ പോലെ നിങ്ങൾ സൺഡേയിൽ ഈ ഹാളിന്റെ വാതിൽ കടന്ന് കയറി വരുന്നതിന് മുമ്പ് നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ പ്രാർത്ഥന കർത്താവേ ഞങ്ങൾ കടന്നു പോവാ പകരം ഞങ്ങൾക്ക് വേണ്ടി നീ നിയോഗിച്ചാക്കിയ അഭിഷേകൻ ഒരു തീയായിട്ട് മാറണം. ഞങ്ങളുടെ മേലുള്ള പകർച്ച ഇടാൻ ആ ദാസന് വേണ്ടി അസാധാരണമായ സ്തോത്രം. ഇങ്ങനെ പ്രാർത്ഥിച്ച് ഈ വാതിലിനകത്ത് കയറി നീ വന്നിച്ചു പോയാൽ അവൻ ഓരോ നമ്മൾ കണ്ടോ അബ്രഹാമിനെ കണ്ടോ ഒരു യാഗപീഠത്തിൽ നിന്ന് അടുത്ത യാഗപീഠത്തിലേക്കുള്ള ദൂരം ഈ മനുഷ്യൻ ചിലത് പ്രാപിച്ചുകൊണ്ടിരിക്കുകയാണ്. ആദ്യത്തെ യാഗപീഠത്തിൽ ഇസ്രായേലിലെത്തിയപ്പോൾ പൊന്ന് വെള്ളി ആടുപാടുകൾ ഇവയിലൊക്കെ ബഹുസമ്പന്നനായിരുന്നിട്ടും യാഗപീഠത്തിന് തീക്ക് യാതൊരു വിധമാകുന്ന അവൻ ഭംഗവും വരാതെ അതിനെ കാത്തു സൂക്ഷിക്കുന്ന ഒരു ആത്മീയ നിലവാരം ഭക്തന്റെ മേലുണ്ടായിരുന്നു. ചില രോഗബന്ധനങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിന്റെ ഈ ലോങ് ലൈഫ് നമ്മൾ അനുവദിച്ചു കൊടുത്തേക്കുന്ന അല്ലേ. കർത്താവ് സകല രോഗങ്ങളെ സൗഖ്യമാക്കുന്ന പുസ്തകം പറയുന്നു. പക്ഷെ ചിലർ പറഞ്ഞു BP, ഷുഗർ, കൊളസ്ട്രോൾ ഇത് മൂന്നും പോകുന്ന ബാക്കിയല്ല. അതിന് മരണം വരെ കഴിച്ചാലേ പറ്റത്തുള്ള മറ്റേ ഡോക്ടർ ബുദ്ധിമുട്ട് തോന്നും. കുഴപ്പമില്ല എങ്കിൽ ഞാൻ അനുഭവിക്കുന്നത് അപ്പനും അവൻ എന്റെ സഹോദരങ്ങൾക്ക് എല്ലാവർക്കും ഈ BP ഹൈ ആയിട്ടുള്ള മനുഷ്യരാണ്. എല്ലാവർക്കും ഉണ്ട്. അവൻ രക്ഷിക്കപ്പെട്ട ദൈവദാസനെ നിലനിൽക്കുമ്പോൾ എന്റെ തലയിൽ ഈ സാധനമാണ്. ഞാൻ എന്റെ സാക്ഷ്യമാണ് പറയാൻ എന്റെ തലയിൽ ഈ സാധനമാണ്. അവൻ ചില ദിവസങ്ങളൊക്കെ ഒന്ന് ഉറക്കിളച്ചാണ്. അപ്പൊ ഞാൻ ഒരു രാത്രിയിൽ ഒരു 4 മണിക്കൂർ അപ്പുറം ഉറങ്ങുന്ന ഒരാളല്ല. തലപൊക്കാൻ പറ്റില്ല, ആമേ ഛർദിക്കും, തലകറങ്ങും, വാഹനം ഓടിക്കാൻ പറ്റില്ല. അങ്ങനെയൊക്കെ വളരെ ഭാരപ്പെട്ട സമയമാണ്. ആമേ മലബാർ സൈഡിലൊക്കെ മീറ്റിങ്ങിന് പോകുമ്പോൾ ആമേ നേരത്തെ തിരുവല്ലായി പോയി ഹോമിയോ ഡോക്ടറെ അടുത്ത് പോയി തൊള്ളിമരുന്ന് മേടിച്ച് വാഹനം നമുക്ക് തിരികെ വെച്ചോണ്ട് പോയി. ഇവിടുന്ന് എന്റെ സാക്ഷി ഞാൻ കാട്ട് മണത്തരങ്ങളായി പറഞ്ഞു. ഇതും കൂടി ഞാൻ പാലക്കാടൊക്കെ ചെല്ലും. അട്ടപ്പാടിയൊക്കെ ഭയങ്കര മിനിസ്റ്റർ ക്രൂസൈഡൊക്കെ നടത്തുക. അവിടെ ചെന്ന് തൊള്ളിമരുന്ന് ക്രൂസൈഡ് കഴിയുമ്പോഴത്തേന് വൈകിട്ട് റെസ്റ്റ് എടുക്കുന്ന കൊച്ചു വീടുകളൊക്കെ ആയിരിക്കും. ആ വീടുകളൊക്കെ ഇങ്ങനെ പോയി കിടക്കാനായിട്ട് അവരോട് പറയും ഒന്നും വിടാതെ തിളപ്പിച്ച വെള്ളം തരണം. കാരണം എന്തോ അതിന് വാക്കി എടുത്ത് നടക്കില്ല. അത് ഈ മരുന്ന് കൂടെ ഒപ്പം അറിയാം ഇല്ല. അതുകൊണ്ട് ഒന്നും വിടാം. അപ്പൊ ചെല്ലുന്ന വീട്ടിലെല്ലാം പാസം കൊടുക്കുമ്പോൾ ഒന്നും വിടാതെ തിളപ്പിച്ച വെള്ളം കൊടുക്കും. ഞാൻ അങ്ങനത്തെ വെള്ളം കുടിച്ച് അവിടെ മടുത്തു. എനിക്ക് ആ വെള്ളത്തിൽ എന്തെങ്കിലും കിടന്നത് ആകുന്നുണ്ട്. പക്ഷെ ഇങ്ങനെ പറഞ്ഞു ഒരു വീട്ടിൽ അവൻ എന്റെ ഒരു ചാർച്ചിൽ അവരെല്ലാം പിടിക്കാനാണ്. ഞാനിത് പറഞ്ഞത് ഫ്ലാസ്കിനകത്ത് കൊണ്ട് വെച്ചിട്ട് എല്ലാവരും ഉറങ്ങി കറത്തിൽ കുറ്റിയിട്ട് കഴിയുമ്പോൾ 1/2 ഗ്ലാസ് വെള്ളം എടുത്ത് വെക്കണം. ഡോക്ടർ 10 തുള്ളി കുടിക്കണം. 10 കൂടല്ല, നിങ്ങൾ കുടിക്കണം, ഡെയിലി കുടിക്കണം. ഞങ്ങൾക്ക് ചെന്ന് വരെ കുടിക്കണം, ജീവനുള്ള ആളെ കുടിക്കണം. വലിയ വിഷമം തോന്നി. ഇങ്ങനെ ഒരു ദിവസം ഒരു അമ്മാമ്മ വന്ന് പ്രാർത്ഥിക്കാൻ, രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഒത്തിരി രോഗികൾക്ക് സൗഖ്യമാകുന്ന അമ്മാമ്മ വന്ന് പ്രാർത്ഥിക്കും. എന്നാ BP-യുടെ പ്രശ്നം കണ്ടവാനുണ്ട് വാസം. ഞാനൊന്നും കേട്ടി അമ്മേ നമ്മുടെ ഭാഗ്യത്തെ സാധനമില്ലേ അമ്മേ BP-യുടെ പ്രശ്നം കണ്ടവാൻ ശിവന്റെ നാമത്തിൽ സൗഖ്യമാകുന്ന ഒറ്റ മാത്രമേ സൗഖ്യമായിട്ട് നിന്നും എനിക്കറിയാം. ബാക്കിയൊക്കെ ചില സൗഖ്യമായി അവർ സാക്ഷ്യം പറയും. ഇത് സൗഖ്യമായി നിന്നും എനിക്കറിയാം. സൗഖ്യമാകാൻ സാധ്യത വളരെ കുറവാണ്. ആവശ്യം അമ്മേ രാവിലെ ഒരു ചർച്ചിനോട് ചേർന്ന റൂമുണ്ട്. ആ റൂമിൽ നിന്ന് ചർച്ചിലേക്ക് വിളിച്ചിട്ട് പോകുമ്പോൾ അവൻ എന്റെ പ്രായമുള്ള ഒരു പാസ്റ്റർ ഇറങ്ങി വന്നിട്ട് അവൻ വെളിയിൽ ഒരു പാത്രത്തിൽ വെള്ളം ഇരിപ്പുണ്ട്. ആ പൈപ്പ് കൊണ്ട് തുറന്നിട്ട് അദ്ദേഹം എന്തോ ഒരു വാലിട്ട് വെള്ളം കുടിക്കാൻ എന്നെ കാണുന്നത്. ഞാനത് തൊഴിൽ കളിച്ചാൽ 2 വലിയ സാധനം അമ്മേ ഞാൻ എന്തോ ആശയം പാസ്റ്റർ ഒക്കെ മാറണം. പ്രാർത്ഥിക്കുക അതെല്ലാം പറയാൻ പോകും. ഒരു രാത്രിയിൽ ഞാൻ പ്രാർത്ഥന ഒരു വീഡിയോ ഇങ്ങനെ കാണുക. ഒരു ദൈവദാസന്മാർ ലോകം അറിയുന്ന കുറെ അഭിഷക്തന്മാർ ഒരു പ്രത്യേകമായ കൂട്ടായ്മ വേൾഡിന്റെ ഒരു വർഷം നടത്തിയതിൻ്റെ ഒരു വീഡിയോ. ആ വീഡിയോയിൽ ഒരു ദൈവദാസൻ ഇങ്ങനെ പറയുകയാണ്, കുറച്ച് രോഗങ്ങളെ കുറിച്ചൊക്കെ ആ പ്രവാചകന്മാർ ഇങ്ങനെ സ്റ്റഡി നടത്തിയിട്ട് ഈ BP പോലെയുള്ളതാകുന്ന രോഗം അവർ വ്യക്തമായിട്ട് പറയാണ്
ഇതിന്റെ പിന്നിൽ ഇതൊരു രോഗമല്ല, ഇത് ശരിക്കും ഒരു പൈശാചികതയാണ്. ആമേൻ. നമ്മളൊക്കെ ഈ നമ്മുടെ ബോധ മനസ്സിൽ ഉപബോധ മനസ്സിലൊക്കെ അവൻ കഴിഞ്ഞ കാലങ്ങളിലും ഈ കാലങ്ങളിലുമൊക്കെ വീണ് പോയതാണ് വേദനകളും ചിന്തകളും നിരാശകളും ഒക്കെ നമ്മൾ പോലും അറിയാതെ നമ്മുടെ അകത്ത് കിടന്നിട്ട് ഇതിങ്ങനെ തിരട്ടി വന്ന് നമ്മളെ ടെൻഷനുള്ളവരാക്കി മാറ്റി, മാനസിക പിരിമുറുക്കമുള്ളവരാക്കി മാറ്റി ഈ ലെവലിലേക്ക് കൊണ്ടുവരുന്ന ഒരു പൈശാചികത ഇതിന്റെ പിന്നിലുണ്ടെന്ന് തെളിയിക്കാൻ അവർ ചില വചനങ്ങൾ കൊണ്ട് നിരത്തി വെച്ചപ്പം സമ്മതിക്കാതിരിക്കാൻ പറ്റി. കുഞ്ഞുങ്ങൾ ഉറങ്ങുക ആ രാത്രിയില് അമ്മേ ഞാൻ അവിടെ മുട്ടുകുത്തി കർത്താവെ മുട്ടുകുത്തി ഞാൻ കർത്താവിനോട് കർത്താവേ ഈ പിശാചിന് വേണ്ടിയാണ് ഞാൻ ഈ മരുന്നല്ല ഒഴിച്ചു ഇത്രേ ദിവസം ഈ കൊള്ളിമരുന്ന് രാവിലെ വേണ്ടി കൊടുക്കുന്ന ആൾക്കാർ അവൻ ദുരാത്മാവിന് വേണ്ടിയാണ്. അവൻ അങ്ങനെ ഈ ദൈവദാസന്മാർ പറഞ്ഞ ഈ വചനപ്രകാരം അത് സത്യമാണെങ്കിൽ എനിക്കൊരു വിടുതൽ വേണം. 2-3 ദിവസം കഴിഞ്ഞപ്പോൾ അവൻ ഞാൻ വിടുതലായത് വിശ്വസിച്ചു. 2 ദിവസം കഴിഞ്ഞപ്പോൾ വീണ്ടും ഞാൻ ഈ വിഷയത്തിൽ വിടുതലൊക്കെ ഏറ്റെടുത്തു. അത് പറഞ്ഞാൽ ഓക്കെ സാർ നല്ലതാ എന്നൊക്കെ പറയും. 2 ദിവസം കഴിയുമ്പോൾ വീണ്ടും ആണ് നല്ലത്. ഞാൻ ആ മരുന്ന് എടുത്തില്ല. പിന്നെ ഞാൻ ഒരാഴ്ച പോയി. അവൻ അത്യാവശ്യം ഞാൻ പപ്പടം കഴിച്ച് നോക്കി, അച്ചാർ കഴിച്ച് നോക്കി. അവൻ ഇതിന്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള സാധനങ്ങളെല്ലാം പിടിപ്പിച്ച് നോക്കി. മീനൊക്കെ അവൻ വറുത്ത് കഴിക്കാതെ നന്നായിട്ട് വറുത്ത് കഴിച്ച് നോക്കി. അവൻ എനിക്ക് യാതൊരു പ്രശ്നവും ഫീൽ ചെയ്യുന്നില്ല. എന്നാൽ 2 ആഴ്ച കഴിയുമ്പോൾ വീണ്ടും തലവേദന. ഞാൻ പറഞ്ഞു കർത്താവേ നീ എന്നെ സൗഖ്യമാക്കിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പക്ഷെ എന്നിൽ ഇത് വരുമ്പോൾ എനിക്കറിയാം എന്റെ ശരീരത്തിൽ എന്റെ ലക്ഷണങ്ങൾ എനിക്ക് അനുഭവപ്പെടുന്നു. ഞാൻ എന്താ ചെയ്യണേ? പരിശുദ്ധ ഷെൽഫിനകത്ത് 2 കുപ്പിയിരുന്നു, ചെറിയ കുപ്പി. അതെന്തിനാണ് വെച്ചിരുന്നത്? ഒരു രാത്രി 2 മണി ചോദിച്ചു. അപ്പം ഞാൻ ചിന്തിച്ചത് അഥവാ ആ ഉറവിടം കൂടെ തകർക്കാമെങ്കിൽ ഓക്കെ. രാത്രി 2 മണി വനപ്രദേശമാണ് താമസിക്കുന്നത്. രാത്രി 2 മണിയാകുമ്പോൾ 2 കുപ്പിയായിട്ട് ഓർക്കെടുത്തോണ്ട് ഞാൻ കാടിനകത്തോട്ട് പോകാം. യേശുവിന്റെ അധികാരമുള്ള നാമത്തിലുള്ള കുട്ടിയോടെ അകന്നു പോയിരിക്കുന്നത്. വർഷം 1 ആയി. നിങ്ങൾ പപ്പടം തന്നാൽ ഞാൻ കഴിക്കും, അച്ചാർ തന്നാൽ ഞാൻ കൂട്ടും, ആമേൻ ഫ്രൈ ചെയ്താൽ അത് കൂട്ടും, ആമേൻ ഫ്രൈ റൈസ് തന്നാൽ അത് കൂട്ടും. എല്ലാം ഞാൻ കഴിക്കാത്ത ഒരു സാധനം. അതിനോടിടയ്ക്ക് പല തവണ ആഴ്ചയിൽ ഞാൻ ചെക്കപ്പിന് പോയി. ആമേൻ അവിടുത്തെ ആ ലാവയെ ആ സഹോദരൻ എന്തിനാ ക്ലാസ് എപ്പോഴും ക്ലാസ്സിന്റെ വീട്ടിൽ നോർമലാണ്. ഞാൻ പറഞ്ഞത് വേറൊരു സംവിധാനം. യേശുവിനെ സൗഖ്യം. കാരണം ഈ പുസ്തകത്തിൽ എഴുതിക്കൊണ്ട് അവൻ സകല രോഗങ്ങളെയും ഞാൻ ഈ പറഞ്ഞ ലെവലിൽ ഒരു ബന്ധനം നിങ്ങളുടെ തലവേലുണ്ടെങ്കിൽ ഈ രാത്രി യേശുവിനെ സൗഖ്യമാണ്. ഈ പറഞ്ഞ ലെവലിൽ ഒരു കർത്ത ഇതിനകത്ത് ആരോഗ്യമുണ്ടെങ്കിൽ ഈ സാക്ഷ്യം സത്യമാണ്, ഇത് ജീവനുള്ള സാക്ഷ്യമാണ്. ഈ സാക്ഷ്യം അനുഭവിച്ച ദേവദാസനെ വിശ്വസിക്കുന്നവരിൽ അവൻ ആ ബിപിയുടെ പ്രശ്നങ്ങൾ യേശുവിന്റെ നാമത്തിൽ നമ്മുടെ ആത്മീയ ജീവിതയാത്ര ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങൾ പലപ്പോഴും പ്രാർത്ഥനയുണ്ട്. വീട്ടിലുള്ള ഒരാളോട് ഡോക്ടർ പറയാൻ ഉറക്കിളക്കരുത്. നമുക്ക് ഉറക്കിളക്കിയിരിക്കാൻ നമ്മുടെ പരിപാടി നടക്കും. ദേശത്തെ ആമേൻ സ്വതം എല്ലാ വ്യക്തിഗതകളും ഉണരുമ്പോൾ കാവൽക്കാർക്ക് എഴുന്നേൽക്കാൻ പറ്റിയല്ല, എഴുന്നേറ്റേ പറ്റൂ. നമ്മൾ പാർക്കുന്ന ദേശത്തിന്റെ ഇരുട്ടിന്റെ കനം എത്രത്തോളം അറിയുന്നത് കാവൽക്കാരാ. പ്രവചനം കാവൽക്കാരാ. രാത്രി എന്തായെന്ന് സേയിൽ നിന്ന് ഒരുത്തൻ വിളിച്ചു നോക്കി ചോദിക്കുമ്പോൾ അവൻ ഗോപുര മുകളിൽ കാവൽക്കാരൻ പറയാണ് രാത്രിയും പ്രഭാതവും വന്നിരിക്കുന്നു. ഈ പാർക്കുന്ന ദേശത്തിന്റെ ഇരുട്ടിന്റെ ഖനം എത്രത്തോളം തിരിച്ചറിയുന്ന ഒരു കാവൽക്കാരന്റെ അഭിഷേകം ഈ രാത്രി ദേശത്തെ വ്യാപരിക്കുന്ന ഇരുട്ടിന്റെ ഖനത്തെ തിരിച്ചറിയുന്ന കാവൽക്കാരുകളുണ്ട്. ഈ വാടകത്തുള്ള
ശക്തമായ നിലകളിൽ കർത്താവിനോട് ഒരു രോഗസൗഖ്യം നിങ്ങൾക്ക് വ്യാപരിക്കും. 23 വയസ്സുള്ള പെണ്ണ് അവൻ ആരാധന എന്നോട് എഴുതിക്കൊണ്ട് പറയാം, മാസങ്ങളെ 18 വർഷമായി ഡിസ്കിന്റെ പ്രശ്നമാണ്. 23 വയസ്സുള്ളൂ, 18 വർഷമായിട്ട് ഡിസ്കിന്റെ പ്രശ്നം. വേദനയോട് ഇരിക്കാൻ പറ്റത്തില്ല.
അന്ന് 2.5-3 മണിക്കൂർ അവിടെ ഇരുന്നു. 2-3 മണിക്കൂർ ഞാൻ പോലെ ശുശ്രൂഷ ഭയങ്കര ഒരു ആത്മാവ് കൊടുക്കാൻ. അവൻ അവസാനം ഞാൻ പറഞ്ഞു, പിന്നെ പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞു. വേണ്ടല്ലേ, അത് സൗഖ്യമായി. കള്ളക്കഥയിൽ അതിന് അർത്ഥസഹിതമാണ്. ആ 23 ഞങ്ങളെ പ്രാർത്ഥിക്കേണ്ട ഇടയ്ക്ക് പോയത് കഴിഞ്ഞ മീറ്റിംഗിൽ പ്ലാൻ തുള്ളിച്ചാടുന്ന പോലെ പിടിച്ചിട്ടാണ്. കാരണം അധികം അടച്ച് കിട്ടിയവൻ ഞാൻ വിളിച്ചു പറഞ്ഞതൊക്കെ പോസ്റ്റ് വിളിച്ചു പറഞ്ഞതാണ്. ഇതിനകത്തുണ്ട് ചെവിയിലോ ഇടത്തെ ചെവിക്ക് കേൾവിയില്ല. അവൻ ആ വിഷയത്തിൽ കർത്താവ് തൊടുന്നുണ്ട്. നിങ്ങളുടെ സഭയെ സാക്ഷ്യം പറഞ്ഞു. ഇവിടെ പറഞ്ഞു ഉണ്ടോ കാണിച്ചു കുടിയെ എഴുന്നേറ്റേക്കും ഇവിടെ സമയം. ദൈവത്തിന്റെ സൗഖ്യത്തിന്റെ ശക്തി ഇതിനകത്തുണ്ട്. നിങ്ങളുടെ രോഗത്തിന്റെ പേര് പറഞ്ഞ് നിങ്ങളതിനെ പിടിക്കാമെങ്കിൽ ഇന്ന് രാത്രിയിൽ ഞാൻ ആത്മാവിൽ ഒരു ദൈവദാസൻ നിലയിൽ ഞാൻ പ്രസംഗിക്കുന്ന ഈ തിരുവഴുത്തിനെ സഭയിൽ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പറയാം, 16 പേര് ഇതിനകത്ത് ഇന്ന് രാത്രി സൗഖ്യമാണ്. ആത്മാവിൽ തിരുവഴുത്തിനെ ഉയർത്തിപ്പിടിച്ച് പ്രചാരിക്കുന്നു. 16
രോഗമില്ലാത്തതിന് രോഗിയെ പോലെ. ഇന്ന് രാത്രി അത് കർത്താവ് അഴിക്കാൻ പോയത്. ഈ ശരീരത്തിന് പലപ്പോഴും ബലഹീനതകളുണ്ട്, മുന്നേറ്റങ്ങളെ നഷ്ടപ്പെടുത്തി. ഈ കഴിഞ്ഞ മിനിറ്റ് വരെ ജയിച്ചു നിന്ന ഒന്ന് ഈ രാത്രി നിങ്ങളുടെ കാഴ്ചപ്പെട്ട് വരാൻ പോവാ. ഒരു അഭിഷേകം കത്തുന്നുണ്ടെങ്കിൽ ആ തല ചവിട്ടി എഴുന്നേക്കാം. യേശുവിന്റെ രക്തം, യേശുവിന്റെ നാമത്തിൽ വാതിക്കൽ വന്ന ദൈവദാസൻ നിൽക്കുമ്പോൾ കൂടുതലുള്ള ആൾക്കാർ കാര്യം പറയും. മരണത്തെയും ഗർഭനാശത്തെയും ഉളവാക്കുന്ന ഒരു വിഷയം ഞങ്ങളെ പറഞ്ഞിട്ടുണ്ട്. അതിന്റെ കാരണവും ഞങ്ങൾക്ക് വെളിപ്പെട്ടിട്ടുണ്ട്, വെള്ളം. പക്ഷേ ആ വിഷയത്തെ പരിഹരിക്കാനുള്ള ദൂത് പട്ടണക്കാർക്ക് കിട്ടി. അത് പരിഹരിക്കാനുള്ള ദൂതാന്താ കിട്ടിയത്. അത് പരിഹരിക്കാനുള്ള ദൂതി ആണ്ട് കിട്ടാനുള്ള കാരണം എന്താ? ആൾ ആത്മമണ്ഡലം. പറഞ്ഞു വന്നത് ഒരു 10-20 വർഷത്തെ ജീവിതം നയിച്ച് മുന്നേറി നിൽക്കുമ്പോൾ രാത്രി പലരും പറയുന്ന സാക്ഷ്യമാണ്. ദൈവത്തിന് വേണ്ടി ഒന്ന് നിൽക്കേണ്ട പോലെ നിൽക്കാൻ. പ്രവർത്തനങ്ങളിൽ പലരും ആയിക്കോട്ടെ, പക്ഷെ നിർമ്മം ഇന്ന് ഈ 2024 നവംബർ മാസത്തിൽ ഞാൻ പ്രാപിക്കാനുള്ള നിറവിനകത്താണ് ഞാൻ നിൽക്കുന്നെന്ന് സങ്കോചമില്ലാതെ അവൻ ഉറപ്പ് പറയാൻ കഴിയുന്നവൻ. ഇതാ നമ്മൾ ഈ ദുരാത്മാവിന്റെ മുമ്പ് നമ്മുടെ ആത്മീയതയിൽ അടയാളം. പല ദിവസത്തെ ജീവിതം ഒരാളുടെ ഒന്നും ആയി കാലത്ത് ശുശ്രൂഷ ചെയ്ത് പലരും പോകുമ്പോൾ വെട്ടിക്കാതെ കിടക്കുന്നു. ഒന്നും ചെയ്തില്ല ഞാനീ ഭൂവിൽ നിന്റെ നന്മകൾ കൊത്തതുപോ. ഞാൻ ഒരു ദേവദാസന്റെ ശവടത്തിൽ പോയപ്പോ നല്ലപോലെ പാടുന്ന മേനുള്ളൂ. പുള്ളി ഞാൻ പാടുക, എനിക്ക് പാട്ടൊക്കെ ടൂണൊക്കെ ഇഷ്ടപ്പെട്ടത്. പക്ഷെ ഈ വരി വന്നപ്പോ എന്തോ ഒരു ഉടക്കം. ഞാൻ എന്റെ ചെറുക്കനോട് വരുന്നത് കുഞ്ഞെ ആചാര്യന്റെ ശവടത്തിൽ ഈ പാട്ട് പാടുന്നത് കാരണം എന്ത് പേരും ഒന്ന് ചെയ്തു വെച്ച് പോകണമെന്ന് ആഗ്രഹം. നമ്മുടെ ആയുസിനകത്ത് നമ്മൾക്ക് നിയോഗിച്ചതല്ല നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. നിയോഗിച്ച അന്നേരം എടുത്തു ചിലപ്പോ അതുപോലെ എനിക്കിപ്പോ ചെയ്യാൻ വിളി ഉണ്ടോ ദൈവത്തിന്റെ കയ്യിലായിരുന്നു. പക്ഷെ എനിക്ക് എന്റെ പേരെന്തോ വിളി ഉണ്ടെന്ന് അത് ഞാനല്ലേ ഞാൻ സത്യമാണ് ഈ സഹോദരൻ അതുപോലെ ദൈവം അത് ഒന്നും ചെയ്യും. അങ്ങനല്ലല്ലോ പൗലോസ് പറഞ്ഞേ. അങ്ങനല്ലല്ലോ പൗലോസ് പറഞ്ഞേ. തീമോഥെയോസിനോട് പാടിയോ? പൗലോസ് ഒന്നും ചെയ്തില്ല പാടിയോ? അവൻ ഞാൻ മരിച്ചു കിടക്കുമ്പം സാംബാസന വന്ന അനുശോചനം പറയാനുള്ള വചനമല്ലത്. ബിജു പാസ് നല്ല പൊരുതി ഓട്ടം തികച്ചു വിശ്വാസം കണ്ട അദ്ദേഹമല്ല പറയണ്ടേ. ഇത് ഈ സാധനം മുകളിലോട്ട് പോകുന്നതിന് മുമ്പ് ഞാൻ പറയും.
ഹല്ലേലൂയ. എന്റെ വേദപുസ്തകത്തിനകത്ത് പൗലോസിന്റെ ശവോടത്തിൽ തീമോഥെയോസ് അൽശോൻ എന്ന് പറഞ്ഞ വാക്കല്ലത്. ജീവിച്ചിരുന്ന ഭക്തൻ പറഞ്ഞു, ഞാൻ നല്ല പോർ പൊരുതി തീമോത്തി, ഞാൻ ഓട്ടം തികച്ചു, ഞാൻ വിശ്വാസം കാത്തു, നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു. എന്താ പ്രാഗൽഭ്യം? Praise the Lord. എന്താ പ്രാഗൽഭ്യം? നമ്മളിൽ ഒന്നും ചെയ്തെന്ന് പറയുന്നത് കൂടുതൽ ചെയ്ത ആളിനെ നോക്കുക. ശരി, ഈ സഹോദരൻ കൂടുതൽ അധ്വാനിച്ചു, ഒളിമ്പിച്ച പോലെ അവൻ വലിയ സഭയുടെ പാസ്സായി, എനിക്ക് 30 പേരുടെ സഭയുടെ പാസ്സാ. അപ്പൊ ഞാൻ അദ്ദേഹത്തെ നോക്കുമ്പോൾ ഞാൻ ഒന്നും ചെയ്തു. ഞാനിതിനെ അദ്ദേഹത്തെ നോക്കുന്നു, ഞാൻ എന്റെ മാർഗം നോക്കിയാ. Hallelujah. Praise the Lord. എനിക്ക് വേണം അദ്ദേഹത്തെ സ്ഥലം നോക്കിയാൽ പോലെ. Amen. അയാളുള്ളതിൽ ഞാൻ കയറുവാണോ? വേണ്ട. സ്തോത്രം. ഇങ്ങനെയൊക്കെയുള്ള ചില ഈ അവതാമറിച്ച് നമ്മുടെ ഇടയിൽ മാറ്റം. നമുക്ക് കൃത്യമായിട്ട് ഉറപ്പോടെ ഞാൻ പോകേണ്ടത് തന്നെയാണ്. അതെത്ര വാലിക്ക് പോയി ഒരുപാട് ചെയ്യുമെന്നുള്ളതല്ല വിഷയം. ചെയ്യേണ്ടത് ചെയ്ത്, പ്രാപിക്കേണ്ടത് പ്രാപിച്ച് നല്ലൊരു അന്ത്യം വരിക്കാൻ എന്റെ അപ്പൻ എന്നെ കണ്ടിട്ടുണ്ടെന്ന് ബോധ്യമാകാൻ ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യാം. Praise the Lord. Hallelujah. ആമേൻ. Amen. ഇങ്ങനെയുള്ള നെഗറ്റീവൊക്കെ ആയിട്ടുള്ള പിശാചിന്റെ അവൻ കൂടി വരുന്നവർക്കകത്ത് അല്ലെ അവന്റെ സമ്മേളനങ്ങൾക്കകത്ത് എന്തോ പരിഹാസം ചെയ്യുന്നറിയാം. പലതും ചെയ്ത് പലതും കർത്താവിന് വേണ്ടി തങ്ങളാൽ ആവോളം പ്രയോജനപ്പെട്ട് ഞാനൊന്ന് ചോദിക്കട്ടെ, നിങ്ങൾ നിങ്ങൾ സഹിച്ച ത്യാഗം, നിങ്ങൾ സഹിച്ച കഷ്ടത, നിങ്ങൾ സഹിച്ച വേദന വേറെ പോട്ടെ, നിങ്ങളുടെ കൂടപ്പറപ്പുകളിൽ മറ്റൊന്നായിരുന്നെങ്കിൽ കാണുമോ? Hallelujah. ഒരമ്മ വന്നവർ തന്നെ മറ്റൊരെണ്ണമായിരുന്നാൽ അവർക്ക് കാണുമോ? കാരണം അതിനെ ഓവർകം ചെയ്യാനുള്ള കൃപ നിന്റെ മേൽ ഉണ്ടെന്ന് തമ്പുരാൻ അറിയാം. Hallelujah. Praise the Lord. Jesus. Amen. Hallelujah. പ്രാണനകത്തൂടെ വാൾകൂടെ കയറിപ്പോകുന്നത് പോലുള്ള വേദനാജനകമാകുന്ന അനുഭവങ്ങളുടെ നടുവിലും അടിപതറാതെ നിങ്ങൾ വലങ്കരെ പിടിക്കാൻ ഒരപ്പനുള്ളവനാണ്. Hallelujah. Abalakaranaras. Yes. സ്തോത്രം. Praise the Lord. ആത്മാവിന്റെ വളർച്ച നടക്കും. ശൂലം ഉണ്ടെങ്കിലും വളർച്ച നടക്കും. Amen. എല്ലാറ്റിനും സൗഖ്യം പ്രാപിച്ചിരുന്നല്ലോ ഈ പറച്ചെന്ന് ഇടത്തിനൊരു ശൂലമുണ്ട്. ആ ശൂലം ഇരിക്കുമ്പോഴും പറച്ചെന്നുകൊണ്ടിരിക്കുക. ആണ്ടുകളും കാലങ്ങളും മുൻപോട്ട് കഴിയുമ്പോൾ കീഴോട്ട് പോകുന്ന ഒരു നിലവാരമല്ല ആത്മീയത, ഉയർന്നു വരുന്നത് ആത്മീയത. Hallelujah. Praise the Lord. എല്ലാവരും നിറഞ്ഞു. അവർ ഇരുന്നിരുന്ന വീട് നിറച്ചു. പരിശുദ്ധാത്മാവ് പിളർന്നിരിക്കുന്ന നാവ് പോലെ ഓരോരുത്തരുടെ മേൽ പതിഞ്ഞു. എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി അന്യഭാഷകൾ സംസാരിച്ചു തുടങ്ങി. 4-ാം അധ്യായത്തിൽ മുടന്തരെ സൗഖ്യം, 3-ാം അധ്യായത്തിൽ മുടന്തരെ സൗഖ്യമാക്കിയിട്ട് 4-ാം അധ്യായത്തിൽ അധികാരികളുടെ മുമ്പിൽ നിൽക്കുമ്പോൾ വീണ്ടും എഴുതി ചേരുന്നു, പത്രോസ് പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി. Hallelujah. ആളെപ്പോലും നിറഞ്ഞില്ല, വീട്ടിൽ ഇപ്പോൾ ഉണ്ടാവും. പിന്നെ അങ്ങോട്ട് പോകുമ്പോ എല്ലായിടത്തും നിറഞ്ഞവനായി പൗലോസ് നിറം കഴിഞ്ഞിട്ട് ഓരോ മിനിസ്റ്റ് കഴിയുമ്പോഴും എടുത്ത് പൗലോസ് അവൻ ശൗൽ പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി. Amen. പൗലോസ് പരിശുദ്ധാത്മാവ് പൂർണ്ണനായി. Amen. ഇത് വന്നുകൊണ്ടിരിക്കുക. സ്തോത്രം. Hallelujah. Praise the Lord. Hallelujah. പണ്ട് പിതാക്കന്മാരുടെ കാലത്ത് ഭയങ്കര കൃപയിൽ നിന്ന് അപ്പച്ചൻ വന്ന് കൈവച്ചപ്പോൾ വീണ ഒരു അഭിഷേകം ഇപ്പോഴും എന്റെ മേൽ ഇരിക്കാമെന്ന് പറയും. അതൊരു തുടക്കമായി. Hallelujah. അതൊരു തുടക്കമായി. അതിന്റെ മീതെ നിറവുകളുണ്ട്. Praise the Lord.
ആമേൻ. ആത്മപകർച്ചകൾ ഓരോ കാലഘട്ടങ്ങളിലും ഒരു മനുഷ്യന്റെ ജീവിതത്തിന്റെ ആത്മീയ ജീവിതത്തിന്റെ ആരംഭം മുതൽ അവസാനം വരെ എത്ര പ്രാവശ്യം അവൻ ആത്മപകർച്ച ഉണ്ടാകും ചോദിച്ച ഒരു റിസൾട്ട് പറയുന്നത്. Praise the Lord. ഞാൻ എത്ര പ്രാവശ്യം പുതിയ നിറവിലേക്ക് കയറണമെന്നുള്ളത് അപ്പനെ മാത്രമേ അറിയുള്ളൂ. ദൈവദാസൻ എത്ര പ്രാവശ്യം നിറഞ്ഞു കയറണമെന്നുള്ളത് അപ്പനെ അറിയുള്ളൂ. നിങ്ങൾ ഓരോരുത്തരും എത്രത്തോളം നിറവിലേക്ക് എത്ര ഘട്ടങ്ങളിലുള്ള നിറവിൽ നിങ്ങൾ ഡെവലപ്പായി വരുമെന്ന് ദൈവത്തിനുള്ളൂ. പക്ഷെ ആ നിറവിലെ ഓരോ ദൂരം പിന്നിടുമ്പോഴും നമ്മുടെ തലമേൽ അത് വീഴുന്നുണ്ടെന്ന് ആത്മാവിൽ തിരിച്ചറിയാനുള്ള Praise the Lord. Hallelujah. മറ്റ് പ്രവാചക ശിഷ്യന്മാർ ആർക്കുമില്ലാത്ത ഒരു ദാഹം എല്ലാവർക്കും ഒരു വെളിപ്പാട് കിട്ടി. ഏലിയാവിനെ ചുഴലിക്കാറ്റ് സ്വർഗത്തിലേക്ക് എടുക്കുവാൻ യഹോവ തീരുമാനിച്ചിട്ടുണ്ട്. ആ വെളിപ്പാട് കോമൺ എല്ലാവർക്കും കിട്ടി. ശിഷ്യന്മാർക്ക് പക്ഷെ ആ വെളിപ്പാട് കിട്ടിയപ്പോ ഇദ്ദേഹത്തിനകത്ത് ഒരു ചിന്ത വന്നു. ഈ യജമാനൻ എടുക്കപ്പെടുന്നതിന് മുമ്പ് ഇദ്ദേഹത്തിന്റെ കിടക്കുന്ന ആത്മാവിന്റെ ഇരട്ടി പങ്ക് എനിക്ക് അവരൊക്കെ ഇങ്ങനൊക്കെ തുറക്കാൻ പോകാൻ ചോദിക്കും. അവിടെ Hallelujah. Amen. Praise the Lord. ഞാൻ പറഞ്ഞു വരുന്നത് ഉറവിടങ്ങളെ തൊടാൻ അധികാരമുള്ളവർ ഉയർന്ന ലെവലിലുള്ള അനോയിന്റിംഗിൽ സഞ്ചരിക്കണം. Hallelujah. ഉപദേശം നിങ്ങളെക്കാൾ പ്രായമുള്ള ഒരു സഹോദരൻ നിങ്ങളോട് കൈമാറാം. ഈ ഒരു പ്രായത്തിൽ നിങ്ങൾ ഫാസ്റ്റ് ചെയ്ത് ഉപവസിച്ചാൽ കർത്താവിന്റെ സന്നിധിയിൽ കയറി ഇരുന്നാൽ നിങ്ങളുടെ മുൻപോട്ടുള്ളതാകുന്ന ഗമനങ്ങളുടെ ആഗമനങ്ങളുടെ റൂട്ടുകളെ പ്രവചിക്കാൻ ഒരു പ്രവാചകന് ഒരു വാക്ക് കിട്ടുക. അങ്ങനെ തെരഞ്ഞെടുപ്പുണ്ട്. തമ്പുരാൻ നിങ്ങളെ ഉയർത്തുന്ന ഉയർച്ചകളെ കുറിച്ച് വർണ്ണിക്കാൻ പദങ്ങൾ പറക്കിയെടുക്കാൻ പ്രവാചകന്മാർ പരതുന്നു. സ്തോത്രം. ഒരു നല്ല സമയത്ത് യൗവന സമയത്തൊക്കെ പല സമയത്തിൽ നിന്നാൽ അമ്മ തല നിറച്ച 3-4 അമ്മച്ചിമാരെ കാണും. അമ്മ ജീവനില്ലാത്ത ഒരു അപ്പച്ചനെ കാണും. ഈ യൗവനക്കാരൊക്കെ ഇരിക്കുന്നു. ഇവരിവിടെ നിന്ന് പാടി ആ കിണറിന്റെ ചോട്ടിൽ ഒരു ആത്മസാരത്തിൽ ഒരു പാട്ടുകാരൻ അനുഭവിച്ചു. അവരെ പൊക്കുകയല്ല, അനുഭവിച്ചു. അനുഭവിച്ചു. നിങ്ങളുടെ ആമൻ ശബ്ദത്തിനകത്ത് ഒരു അനുഭവിക്കണം. അത് വർദ്ധിക്കണം. ഇത് വർദ്ധിച്ചു വർദ്ധിച്ചു. Thank you, Father. Praise the Lord. ഇങ്ങനെ ഉയർന്ന ലെവലിൽ ആത്മാവിൽ സഞ്ചരിക്കാൻ അവരവരെ തന്നെ ദൈവഹിതത്തിന് വേണ്ടി നിറവിന് വേണ്ടി വിട്ടുകൊടുക്കുന്നവരുടെ ജീവിതത്തിന്റെ ഉയർച്ചകൾക്ക് പരിധിയിടുവാൻ ഒരു ദുഷ്ട പിശാചിന് കഴിയത്തില്ല. അങ്ങനെ സഞ്ചരിക്കുന്നവൻ ഞാൻ പകൽ പറഞ്ഞ പോലെ ഒരു പട്ടണത്തിൽ ചെല്ലുമ്പോൾ പട്ടണത്തിന്റെ അധികാരം അറിയും. പട്ടണത്തിൽ ഒരു പാദം ചവിട്ടിയിട്ടുണ്ട്. എഫെസോസിൽ ഒരു സഭയുണ്ട്, 12 പേര് അല്ലേ? അല്ലേ? എഫെസോസിൽ നമ്മൾ കാണുന്നത് 12 പേരുടെ സഭ. അപ്പൊല്ലോസനാണ് തുടങ്ങിയത്. 12 പേർ യേശുവിന്റെ രക്ഷകനായിട്ട് സ്വീകരിച്ചു. വിശാലപ്പെട്ട ജീവിതം. പ്രാർത്ഥനാ മനുഷ്യനോട് ദൈവാത്മാവ് പറഞ്ഞു എഫെസോസിലെത്തണം. അദ്ദേഹം ഒരു കൂടുവഴിയിലൂടെ നടന്നു വെച്ചിട്ടുണ്ട്. ചോദ്യം, വിശ്വസിച്ചിട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചോ? അവര് മറുപടി ഉണ്ടെന്ന് പോലും ഇങ്ങനെ ഒരു മറുപടി നമ്മുടെ ആയുസ് കൊണ്ട് പറയാൻ ഇടയുണ്ടാകും. അദ്ദേഹം കൈവച്ചു ആത്മപകർച്ച നടന്നു. കണ്ടോ? അവിടെ വിശ്വാസികൾ ഉണ്ടായിരുന്നിട്ടും
അപ്പല്ലോസ് ഒക്കെ വിസിറ്റ് ചെയ്തിട്ടും മറ്റു പലരും വിസിറ്റ് ചെയ്തിട്ട് ചലിക്കാത്ത ഒരു മേഖല പൗലോസ് കയറി ചലിച്ചു. ആരാണ്? ഹല്ലേലൂയ. അതിനോട് ചിത്രങ്ങളാണ് സൈലന്റ് ആയിട്ട്. ഇയാൾ വന്നപ്പോൾ മാത്രമല്ല ഒരു അനക്കം. ഇയാൾ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അങ്ങനെ അങ്ങോട്ട് ഇരിക്കാനായിട്ട് അല്പം പ്രയാസമുണ്ട്. കാരണം ആ മനുഷ്യന്റെ തലമേൽ നിന്ന്, ആ മനുഷ്യന്റെ നാവിൽ നിന്ന്, ആ മനുഷ്യന്റെ കണ്ണിൽ നിന്ന് ലോകം കാണാത്ത ഒരു തീ അവൻ ഞങ്ങളിലേക്ക് പാസ് ചെയ്യുന്നുണ്ട്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഇത് ആവശ്യം. നമ്മളൊക്കെ പട്ടണത്തിൽ ചെന്നാൽ അവിടെ വിശ്വാസികൾ അറിഞ്ഞില്ലെന്ന് ദുരാത്മാ പറയുന്നു. ക്ഷമിക്കുന്ന ജനങ്ങൾ പറയുന്നു. അഭിഷേകമുള്ള പട്ടണത്തിൽ ചെന്നാൽ അവിടുത്തെ ഏറ്റവും ആത്മതലങ്ങൾ നിൽക്കുന്നത് പോലെ വിശ്വാസി അറിഞ്ഞില്ലേലും അവിടുത്തെ ദുരാത്മാ പറയും ആളറിഞ്ഞു. ആമേൻ. സ്തോത്രം. ദുരാത്മാ പറയും അറിഞ്ഞെന്ന് പറയും. ദുരാത്മാവ് അറിഞ്ഞിട്ടുണ്ടെന്ന് അറിഞ്ഞവർ പറയും. ഹല്ലേലൂയ. ഒരു ദേശത്തെ നടുവിൽ ചുമ്മാതെ ഓടിച്ചെന്ന് നമ്മൾ കയറുകയല്ല. ഒരു ദേശത്തെ നടുവിലേക്ക് നമ്മൾ എൻ്റർ ചെയ്യുന്നതിന് മുമ്പ് ആത്മാവിൽ ഒരു ഭയമുണ്ട്, ആത്മാവിൽ ഒരു യുദ്ധമുണ്ട്, ആത്മാവിൽ ഒരു യുദ്ധം നടക്കും. ആ യുദ്ധത്തിനകത്ത് നമുക്ക് കാണാം അവൻ ദേശത്തിന്മേൽ ദൈവസഭകളുടെ വളർച്ചയ്ക്ക് വിഘാതമായി അവൻ ഉയർന്നു നിൽക്കുന്ന ചില മേഖലകളെ ആത്മാവിൽ അതിന്റെ കുതിരമ്പുകളെ മുറിക്കുന്ന ഒരു അധികാരത്തിന്റെ പകർച്ച ഈ ദേശവ്യാപകമായി ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ദാരഗദൽ ഖബാര ശബരാദരാ ശബാലാദിയാ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഹല്ലേലൂയ. രാത്രിയിൽ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഉറവിടങ്ങളെ വ്യക്തമായി വെളിപ്പെടണമെങ്കിൽ നിറവിന് വേണ്ടി കുറിച്ച് രാത്രി ആ ഒരു തലത്തിലേക്കാണ് ഗിൽഗാലിൽ കൊണ്ട് നിർത്തിയ മനുഷ്യൻ പറഞ്ഞു, ഗിൽഗാലും കൊണ്ട് ഞാൻ സ്റ്റോപ്പ് ചെയ്യാൻ തൽക്കാലം ആഗ്രഹിക്കുന്നില്ല. ഗിൽഗാൽ മോശമാണ്, നിന്നെ ഉരുട്ടിക്കളഞ്ഞ സ്ഥലമല്ലേ, മന്നാ നിന്ന് പോയിട്ട് പുതിയ വെളുഭൂമിയിലേക്ക് ഭാഗം വെച്ച സ്ഥലമല്ലേ. അവിടുന്ന് ബഥേലിലും ദൈവഭവൻ അത്യാവശ്യം പാട്ടും അത്യാവശ്യം പ്രാർത്ഥനയും അത്യാവശ്യം ആമയും കാര്യങ്ങളും ഒക്കെ ഉണ്ടല്ലോ. അതായത് ബഥേലിലാണ് വീണ്ടും പ്രയാണം എവിടേക്ക്? എരിഹോവിലേക്ക്. മുമ്പ് ഓർമ്മിച്ച് പല സമ്പൽ സമൃദ്ധിയുള്ള പട്ടണം വേണമെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യാം. ഒരു പിച്ചച്ചട്ടിയുമായിട്ട് അതിന്റെ വഴിയിലിരുന്നാൽ സന്ധ്യ ആകുമ്പോഴത്തേക്ക് ചട്ടി നടക്കും. സ്തോത്രം. ധാരാളം ആൾക്കാർ കയറി ഇറങ്ങി ചെയ്യുന്ന ചുമ്മാ ചട്ടി പിടിച്ചിരുന്നാൽ മതി, ഒരു പണി ചെയ്യണ്ട. നിനക്ക് ഇരിക്കും അമ്മയായെന്ന് പറഞ്ഞാൽ മതി, സന്ധ്യ ആകുമ്പോഴത്തേനെ ചട്ടി നടക്കും. ഒന്നും ചെയ്യണം. അത്രയ്ക്ക് സമൃദ്ധിയുള്ള പട്ടണമായിരിക്കുമോ? അതുകൊണ്ടല്ലേ വ്യക്തമായി കടന്നുപോയില്ല. എരിഹോവിന്റെ സമൃദ്ധി അഭിഷേകമായി തുലനം ചെയ്യാൻ കഴിയത്തില്ലെന്ന് വെളിപ്പാടുള്ള പണവും സമൃദ്ധി സമ്പത്തൊന്നും അഭിഷേകത്തോട് തുലനം ചെയ്യാനുണ്ട്. ഇതിനകത്ത് ഒരു വേവില്ല കാലം വരും. ഐശ്വര്യത്തിൽ മൂക്കിലോട് അവരുടെ സാധനം വെച്ചൊരു ഈ നടിക്കുമ്പോൾ പൈസ ഒത്തിരി കളിക്കുന്ന കാര്യം ഉണ്ടോ? ചിന്തിച്ചു പോയി. പൈസ ഇഷ്ടം പോലെ UK എന്നുള്ള ഫണ്ട് വരുന്നുണ്ട്, അയർലൻഡിൽ നിന്നുള്ള ഫണ്ട് വരുന്നുണ്ട്. പക്ഷെ പുള്ളിക്ക് ഫണ്ടും വേണ്ട ഒന്നും എടുക്കുന്ന പൈസ നല്ലൊരു ദൈവമനുഷ്യൻ ഇവിടെ എന്നോട് ദൂത് പറഞ്ഞു. ഞാൻ ദിവസങ്ങളിൽ പ്രാർത്ഥിച്ചുകൊണ്ട് പ്രാർത്ഥന മറുപടി കാര്യങ്ങളാണ്. എന്നെ ചോദിക്കാൻ ദൂതൊന്നും തേടിക്കോട്ടെ, ദൂതൊക്കെ വരേണ്ടത് വരും. ഇവിടെ ഇരിക്കുന്ന
ഹല്ലേലൂയ. Praise the Lord. എനിക്ക് ഉപവസിക്കാൻ അടുത്ത വിഷയമാണ്. Amen, amen, amen. സ്തോത്രം. പറഞ്ഞതൊന്നും ഞാൻ പബ്ലിക് പറഞ്ഞത് കാരണം നമുക്ക് ഉയർന്ന ലെവലിൽ കൊടുക്കും. അതെന്നെ നോക്കി പറയാൻ തമ്പുരാന് പ്രസാദം തോന്നില്ല പറയാം. Hallelujah. സ്തോത്രം. ആമേൻ. Praise the Lord. അഭിഷേകത്തോട് ഒന്ന് തുലനം ചെയ്ത് വെക്കാൻ ഇവിടുത്തെ ഒരു സംവിധാനം. Hallelujah. ഇവിടുത്തെ ഏത് സ്ഥാവര ജംഗമ വസ്തുക്കൾ കൊണ്ട് വെച്ചാലും അഭിഷേകത്തിന്റെ കാട്ടാണ് ഒരുങ്ങുന്നത്. Hallelujah. മറ്റെല്ലാം ഒരുങ്ങുന്നു. സ്തോത്രം. ഈ ഭൂപരപ്പിൽ ദൈവസഭ പ്രാപിച്ച സകല നന്മകളും ഒരു ത്രാസിന്റെ ഒരു തട്ടിലിരിക്കണം. വേൾഡിലെ സഭയുടെ മൊത്തം സമ്പത്തും ഒരു തട്ടിലിരിക്കട്ടെ. അപ്പുറത്ത് അഭിഷേകം ഇരിക്കട്ടെ. Hallelujah. സ്തോത്രം. അങ്ങയുടെ തട്ട് കയറിയപ്പോൾ അഭിഷേകത്തിന്റെ തട്ട് കാണും. Praise the Lord. ഇതാ അഭിഷേകം. അതിന് ഖനമുണ്ട്. Amen. അത് കാതലായതാ. Hallelujah. അത് അവൻ ജീവിത സാഹചര്യങ്ങളെ തിരിച്ചു വരുത്താം. എലീശായ്ക്ക് മനസ്സിലായി എലിയോനെ കുറച്ച് ചില്ലറ കിട്ടും, പക്ഷെ ഈ മനുഷ്യന്റെ കൂടെ പോയാൽ അഭിഷേകം കിട്ടും. പിന്നെ ചെന്ന് അത്ര സുഖമുള്ള സ്ഥലമല്ല യോർദാൻ കര. അത്ര സുഖം മരണമയമുള്ള യോർദാൻ, കുത്തൊഴുക്കുള്ള യോർദാൻ, ആമേൻ. സ്തോത്രം. ചവിട്ടുന്നവനെ അടിച്ച് താഴെ കളയുന്ന യോർദാൻ. Praise the Lord. ആമേൻ. നോക്കിയേ, പുതപ്പ് കയ്യിലിരുന്ന ദൈവമനുഷ്യൻ ആമേൻ യോർദാനെ അടിച്ച് വഴി തുറന്ന് അക്കരെ കയറി. എന്തോ ധൈര്യത്തിലേ മനുഷ്യൻ. ഇദ്ദേഹത്തിന് ഒരു വെളിപ്പാടില്ലേ, അവൻ ഇയാൾ എടുക്കപ്പെടും. ചിലപ്പോ അക്കരെ ചെല്ലുമ്പോഴേ നടത്തു വെച്ച് എടുക്കപ്പെടുന്നെങ്കിലോ എടുക്കപ്പെടുന്നത് ബോധ്യത്തിൽ തന്നെയാ പോന്നെ. Amen. Praise the Lord. യോർദാൻ അക്കരെ ചെന്നപ്പം അവൻ എലീശയെ, നിനക്ക് ഞാൻ എന്താ ചെയ്തു തരേണ്ട? നിന്റെ ആത്മാവിന്റെ നീ ചോദിക്കുന്ന കാര്യം പ്രയാസമാണ്, എന്നാൽ ഞാൻ എടുക്കപ്പെടുന്നത് നീ കണ്ടാൽ നിന്റെ മേലത് വരും. ഇന്ന് രാത്രി ഞാനൊരു ചെറിയൊരു വെളിപ്പാട് നിങ്ങളോട് പറയാം. ആത്മാവിലൊക്കെ ആരാധിക്കുമ്പോൾ, പ്രാർത്ഥിക്കുമ്പോൾ ആത്മതലങ്ങളിലുള്ള എന്തെങ്കിലും ഒരു വിഷൻ, എന്തെങ്കിലും ഒരു കാഴ്ചപ്പാട് നിങ്ങൾ കണ്ടാൽ ആ കണ്ടത് നിങ്ങളുടെ മേൽ വരും. Praise the Lord. Amen. ഒത്തിരി കാര്യങ്ങൾ യാതൊരു സാധ്യതയില്ലാത്ത കാലഘട്ടത്തിൽ ഞാൻ പകൽ പറഞ്ഞല്ലോ, അല്ലെങ്കിൽ ആവിധനെ പോലെ വനത്തിക്കൂടെ അലഞ്ഞു നടന്നൊരു കാലഘട്ടമുണ്ട്. ആ കാലഘട്ടത്തിൽ ഓരോ പാറയുടെ പുറത്തൊക്കെ ബൈബിൾ വായിക്കുമ്പോഴും ഉപവസിക്കുമ്പോഴും പ്രാർത്ഥിക്കുമ്പോഴും ഒക്കെ അവൻ ഓരോ സ്വപ്നങ്ങൾ കാണാറുണ്ട്. ഇതുപോലൊരു മൈക്രോഫോൺ പിടിച്ചു നിൽക്കുന്ന കാഴ്ച, സ്തോത്രം. വലിയ കൂട്ടത്തിന്റെ നടുവിൽ പ്രസംഗിക്കുന്ന കാഴ്ച, കൺവെൻഷന്റെ വേദികളിൽ പ്രസംഗിക്കുന്ന കാഴ്ച, അവൻ തെങ്ങുംതോപ്പിനകത്ത് ഒരു കൺവെൻഷനെ പ്രസംഗിക്കുന്ന കാഴ്ച, അതൊക്കെ കഴിഞ്ഞുപോയി. Hallelujah. കഴിഞ്ഞുപോയി. Amen. വലിയ ജനത്തെ അഭിസംബോധന ചെയ്യുന്ന കാഴ്ച, ഇതെല്ലാം അവൻ കൃപയാൽ കഴിഞ്ഞുപോയി. സ്തോത്രം. സ്തോത്രം. ഇതൊക്കെ കാണുന്ന കാലഘട്ടങ്ങളിൽ ഫോണിനകത്ത് 90 നമ്പറുണ്ട്, അതിൽ 40 നമ്പറും വീട്ടുകാർ. വേറൊരു കോൺടാക്ട് ചവപ്പെട്ടി പോലെ പഴയ നോക്കിയാൽ ആ കാലം. Hallelujah. Amen. ഈ വിഷൻ, ഈ കാഴ്ചപ്പാട് അപ്പൻ ഇട്ടതാണെങ്കിൽ അപ്പൻ അത് എത്തിക്കും. Praise the Lord. Amen. കണ്ണുനീരുകൊണ്ട് ഞാൻ കുറെ പാട്ടുകൾ ഒത്തിരി ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. കാണാൻ കഴിയുമെങ്കിൽ പാട്ട് ഇഷ്ടപ്പെടുന്ന ആളാണ്. ഒരുപാട് പാട്ടുകളൊക്കെ പാടിയിരുന്ന ദൈവത്തെ സ്തുതിക്കും. എന്തൊക്കെ കണ്ടിട്ടുണ്ടോ അതൊക്കെ സംഭവിച്ചിട്ടുണ്ട്. Hallelujah. ഇന്നൊരു ദൈവദാസൻ ദൂത് പറയുമ്പോൾ ഒരു വിഷയം ഞാൻ കണ്ടു, അത് നാളുകളിൽ സംഭവിക്കും. Amen. ഏലിയാവ് പറഞ്ഞു, നീ കണ്ടാ നിനക്കത് ഉണ്ടാകും. Amen. ഈ ദൂത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ എന്തോ കാണുന്നത്? നിങ്ങളെ കുറിച്ച് സ്തോത്രം. പിശാചിന്റെ മുമ്പിൽ തല മുമ്പിട്ട് നിൽക്കുന്ന ദൃശ്യമാണോ, അതോ അവന്റെ തല ചവിട്ടി നിൽക്കുന്നത്? Hallelujah. കാണുന്നത് നിങ്ങൾക്ക് സംഭവിക്കും. Praise the Lord. നിങ്ങൾ കാണുന്നത് നിങ്ങൾക്ക് സംഭവിക്കും. Amen. പിശാചിന്റെ മുമ്പിൽ അവൻ വാമനനെ പോലെ തല മുമ്പിട്ട് നിൽക്കുന്ന ദർശനമാണോ, അതോ ചിലരുടെ തലയെ ചവിട്ടി അവരെ പടയാളിയെ പോലെ ഈ മൂലയുടെ ദർശനമാണോ? കാണുന്നത് സംഭവിക്കും. Amen. Hallelujah. എലീശ കണ്ടു അഗ്നി അശ്വങ്ങളും അഗ്നി രഥങ്ങളും വന്ന ഈ ദൈവ മനുഷ്യനെ
കൊണ്ടുപോകുന്ന കാഴ്ച. ആമേൻ. ഈ പോകുമ്പോൾ മുകളിൽ ഒരു പുതപ്പ് താഴേക്ക് വീണു. ആ പുതപ്പിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ കയറി വന്ന വഴി അടഞ്ഞിലാണ്. ഹല്ലേലൂയ. എന്താ ഭയമില്ലാത്ത ഇരട്ടി പങ്ക് വീണവനോട് ഭയം. ഹല്ലേലൂയ. ഏലിയാവിന്റെ ദൈവം എവിടെയെന്ന് പറഞ്ഞ യോർദാനെ അടുത്തപ്പോൾ തന്നെ സൂപ്പർ നാച്ചുറൽ അവൻ വഴി തന്നെ മുമ്പിൽ തമ്പുരാൻ തുറന്നു കൊടുക്കുക. ഇങ്ങനെ കേറിയാണ് യഹോവയുടെ കണ്ടുപിടിക്കുന്നത്. സ്തോത്രം. വെറുതെ ജീവിതത്തിന്റെ ഒറ്റപ്പെട്ട അനുഭവങ്ങൾക്കകത്തൂടെ അഭിഷേകത്തെ കൊതിച്ച് അതിനെ പ്രാപിച്ച് തികവുള്ളവരായിട്ടാ ഒരു പട്ടണത്തിന്റെ വിഷയം കൈകാര്യം ചെയ്യത്തില്ല. ഒരു പട്ടണത്തിന് തന്നെയോ നിങ്ങളെയോ തമ്പുരാൻ ഇറക്കി നിർത്താൻ അവൻ പദ്ധതി ഉണ്ടെങ്കിൽ ഇതുപോലെ ചില വഴികളിൽ കൂടെ ദൈവം നമ്മളെ സഞ്ചരിപ്പിക്കും. ഹല്ലേലൂയ. ഇതുപോലെ ചില ഏകാന്തതയുടെ വഴികളിലൂടെ ദൈവം നമ്മെ സഞ്ചരിപ്പിക്കും. അതിന്റെ നടുവിലൊക്കെ നമ്മുടെ മേൽ പകർച്ച വീഴും. ആ പകർച്ച ചില ദേശങ്ങളിൽ പബ്ലിക്കായിട്ട് തമ്പുരാൻ വെളിപ്പെടുത്തി വീട്ടുമുറ്റത്ത് വെച്ച് തൈലം തലയിൽ വീണിട്ടും കൊട്ടാരത്തിലെ കല്ലല്ലോ പോയത്. ഇശ്രായേലിന്റെ മക്കൾ രാജാവിനെ കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞപ്പം രാജകീയ തൈലം വീണവൻ രാമ സിംഹാസനത്തിൽ പോകണം. പക്ഷെ പോയതെവിടാ? വരാന്തരത്തിൽ. ഭാരപ്പെടി ഒന്നും വേണ്ട. വീണത് വാഴ്ചയുടെ അഭിഷേകമാണെങ്കിൽ അത് തെളിയിക്കുന്ന സമയം വരാമോ? താഴ്വരയ്ക്കകത്ത് ഫെലിസ്ത്യന്മാർ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ തൈലാഭിഷേകം നഷ്ടപ്പെട്ട സൗൽ രാജാവിന്റെ വാളും പരിചയും സഹോദരന്മാരുടെ ആയുധങ്ങളും നിറച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ഇടയച്ചെന്ന് ഇറങ്ങിച്ചെന്നുകൊണ്ട് അവൻ തകർത്ത് ജയിക്കുന്നതാണ്. വെല്ലുവിളികൾ ഉയർത്തി നിന്നോട് തലമുറയോടും ഭവനത്തോടും ദേശത്തോടും വെല്ലുവിളികൾ ഉയർത്തി നിൽക്കുന്നതിനെതിരെ പ്രാപിച്ച കൃപയായി ഇറങ്ങിച്ചെന്ന് തച്ചുവെച്ച് ഒരു ആത്മാവിന്റെ കരുത്ത് വെളിപ്പെട്ട് കിട്ടുന്നത് ആർക്കറിയാമോ? സാധാരണ ലെവലിൽ സഞ്ചരിക്കുന്നവർക്കല്ല, അസാധാരണമായ ലെവലിൽ അഭിഷേകത്തെ സ്വീകരിച്ച് മൂവ് ചെയ്യുന്നവർക്ക് അവര് കാണുന്ന സാഹചര്യത്തിലാണ് കൂടുതൽ ആ തളിയുമായിട്ട് പോകുന്നത്. എത്രയോ ഉറവകളാണ് നീലമുള്ള താഴെ ശ്രദ്ധിക്കുന്നത്. അദ്ദേഹത്തെ തമ്പുരാൻ കാണിച്ചൊരു ഉറവുണ്ട്. അത് ഉറവിടാണ്. അവിടെ ഒപ്പിട്ടു ബാക്കി എല്ലാം കായി. അപ്പൊ അഭിഷേകമുള്ളവന് ഉറവകൾ തമ്പുരാനെയും വെളിപ്പെടുത്തുക. അതുപോലെ പ്രാധാന്യം അർഹിക്കുന്ന മറ്റൊരു മേഖലയാണ് പ്രാർത്ഥന. സർവശക്തനായ ദൈവം നൽകിക്കൊടുത്ത മഞ്ഞും മഴയും വിളവും ഒക്കെ അനുഭവിച്ചിട്ട് വിളഭൂമിയിൽ ഉണ്ടാകുന്ന ആദ്യഫലം കറ്റകളെല്ലാം കൊണ്ട് അടിയറവ് വെക്കുന്നത് എവിടെയാണെന്നറിയാമോ? ബാലിന്റെ ക്ഷേത്രത്തിലാണ്. ജീവനുള്ള ദൈവത്തിന്റെ സിംഹാസനത്തിൽ ഇരുന്ന് ആമേൻ വാഴ്ച നടത്തുന്ന ആഹാബ് സീദോന്യ രാജാവായ എത്ബാലിന്റെ മകൾ ഇസബേലിനെ വിവാഹം കഴിച്ച് സീദോന്യ രാജ്ഞിയായ അസ്തരോത്തിനെ ആരാധിക്കുന്നവൾ ഇപ്പോൾ അവിടെ നിൽക്കുക. ആമേൻ. ദൈവം നയിക്കുന്ന സിംഹാസനത്തിന്റെ സമീപം ഉണ്ടോ? ഭരണം പോയപ്പോൾ ദൈവസഭയൊക്കെ പ്രാർത്ഥിക്കണം. ഈ തലപ്പത്തൊക്കെ അഭിഷേകം ഉള്ളവരാണ്. പ്രാർത്ഥിക്കണോ? രണ്ടുപേര് പ്രാർത്ഥിച്ചാൽ മതി. പ്രാർത്ഥന തെറ്റിയാണ്. അഭിഷേകമുള്ളവർ പ്രാർത്ഥിക്കണം. ആത്മീയ ലോകത്തിന്റെ നേതൃത്വ നിലകളെ കൈകാര്യം ചെയ്യുവാൻ അനോയിന്റിംഗ് ഉള്ളവർ പ്രാർത്ഥിക്കണം. അതിന് പറഞ്ഞൊന്നും പ്രാർത്ഥിക്കണം.
അതിന്റെ അപജയങ്ങളാണ് ആത്മലോകത്തിൽ ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഹല്ലേലൂയ. കാഴ്ചപ്പാടും ആത്മതലമുള്ള അഭിഷേകന്മാർ, പിതാക്കന്മാർ, ആത്മീക ലീഡർഷിപ്പ് എന്ന കാലഘട്ടങ്ങളിൽ ദേശത്തിന്റെ ദുരാത്മാക്കളുടെ സഞ്ചാരപാതകൾ ബ്ലോക്ക് ചെയ്യുന്ന കാലഘട്ടങ്ങളുണ്ടായി. ആത്മാവിന്റെ തീരാളിക്കത്തെ കാലഘട്ടങ്ങളോ ഉറുക്കം പാമ്പ് കടിച്ചാലും പ്രാർത്ഥിച്ച് സൗഖ്യമാക്കിയ അവൻ മണ്ണാകര. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അതിന്റെ പിന്തുടർച്ചക്കാര് വേണ്ടേ? ദേശത്തോട് ഒരു ശക്തി ഇങ്ങനെ പോകുന്നതെന്ന് പറഞ്ഞ് ഇവിടുത്തെ വാതിലടച്ച് അപ്പുറത്തെ വാതിലെടുത്ത് ബന്ധപ്പോസുകാരായി ഇവിടല്ലേ നമ്മൾ പ്രാർത്ഥന വിഷയത്തിൽ ആമേൻ. പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആമേൻ. നമ്മളൊക്കെ ആരാധിക്കുന്ന ആരാധനാലയത്തിന്റെ ആമേൻ ഒരു 1.5 കിലോമീറ്റർ ചുറ്റളവിനകത്ത് ഒരു സഞ്ചാരപാതയും ഉണ്ടായി. ഹല്ലേലൂയ. സ്തോത്രം. ഞാൻ നല്ല പ്രാമുഖ്യത്തോടെ വിശ്വസിക്കുന്നു. ആമേൻ. എനിക്കതൊന്ന് തെളിയിക്കാൻ ഒരു സാക്ഷ്യം പറയാനൊക്കെ സമയം ഉണ്ടാകുന്ന തെളിയിച്ചത് സഞ്ചരിക്കുന്നത്. ഹല്ലേലൂയ. ആമേൻ. ഇങ്ങനെയൊക്കെയുള്ള ചിലതിന്റെ സഞ്ചാരപാതയ്ക്ക് കീഴിൽ കിടന്നാൽ വളർച്ചകളുണ്ടാകും. പ്രൈസ് ദി ലോർഡ്. ചിലരോട് ചർച്ച വരുമ്പോൾ അവർ ഭയങ്കര തീപ്പൊരിയാണോ, അവരെ ഭാഷ കോടഞ്ഞവര് വീട്ടിൽ ചെന്ന് കഴിയുമ്പോഴത്തേക്കും യേശു പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ഹല്ലേലൂയ. വീട്ടിൽ ചെന്ന് പ്രാർത്ഥിക്കാനൊന്നും പറ്റിയല്ല. വീട്ടിൽ ചെന്ന ഒരു അന്യഭാഷ നമുക്ക് വരികയല്ല. ഇത് വരേണ്ട വെളിയിലാകും. ഹല്ലേലൂയ. ഞാൻ കാണുന്നത് പ്രൈസ് ദി ലോർഡ്. അപ്പം നമ്മുടെ ഉള്ളിൽ നിന്ന് ഈ ഭാഷാവരം, ഈ അന്യഭാഷയിലുള്ള പ്രാർത്ഥന, ഈ ആത്മാവിലുള്ള പ്രാർത്ഥന പുറത്തു വരാതെ തടയുന്ന ഏതോ ഒരു സ്വാധീനം അവിടെ ഉണ്ടെന്ന് ഇതുവരെ നമുക്ക് ഗ്രഹിക്കാൻ പറ്റില്ല. ഹല്ലേലൂയ. ആമേൻ. ഓക്കേ, ഭരണ സംവിധാനങ്ങൾ നടക്കുന്നു. മഹത്വം കൊടുക്കേണ്ട ദൈവത്തിന്റെ മഹത്വത്തെ പാല് കൊണ്ടുപോകുക. കാരണം ഭരണം അങ്ങനെ പഠിപ്പിക്കുന്നു. എല്ലാവരും മാധ്യമകെട്ടുകളും ദശാംശം എല്ലാം കൊണ്ട് വാലിന്റെ ക്ഷേത്രത്തിൽ കൊണ്ടുപോകും. ഇതാരാ തന്നെ? ആർക്കാ മഹത്വം? ഇത് കാണുമ്പോ എല്ലാവരും ഒന്നും ഇതിനകത്ത് അംഗീകരിക്കുക. ആമേൻ. ഗിലെയാദിൽ തീ പിടിച്ച ഒരു മനുഷ്യരിപ്പുണ്ട്. ഹല്ലേലൂയ. ആ മനുഷ്യൻ അവൻ സപ്പോർട്ടിന് വലിയ പ്രയർ ഗ്രൂപ്പ് ഒന്നുമില്ല. ആ മനുഷ്യൻ ചെയ്തു സ്തോത്രം. ഏലിയാവ് മഴ പെയ്യാൻ വേണ്ടി മുട്ടുകുത്തി പ്രാർത്ഥിച്ച പ്രാർത്ഥന രാജാക്കന്മാരുടെ പുസ്തകമുണ്ട് അല്ലേ? 7 പ്രാവശ്യം പ്രാർത്ഥിച്ചു. 7 പ്രാവശ്യം ഒരു മനുഷ്യന്റെ കൈ പോലെ മേഘം ഉയർന്നു. അത് മഴ പെയ്യാൻ. പക്ഷേ മഴ പെയ്യാതിരിക്കാനൊരു പ്രാർത്ഥനയുണ്ട്. രാജാക്കന്മാരുടെ പുസ്തകം അരിച്ചു പറിക്കാൻ പ്രാർത്ഥന കാണുന്നു. അവിടില്ല. മഴ പെയ്യാതിരിക്കാൻ അദ്ദേഹം ചെയ്തത് പ്രാർത്ഥനയല്ല, ഒരു പ്രഖ്യാപനം അല്ലേ? ഗിലെയാദിൽ നിന്ന് തിസ്ബനായ ഏലിയാവ് ഞാൻ പറഞ്ഞല്ലാതെ ഈ ആണ്ടുകളിൽ മഞ്ഞും മഴയും ഉണ്ടാകുകയില്ല. അത് പ്രാർത്ഥനയല്ല, അത് പ്രഖ്യാപനമാണ്. ഈ പ്രഖ്യാപനത്തിന് അഭിഷക്ത നിങ്ങൾക്ക് കരുത്ത് തന്നത് എവിടുന്ന? കരുത്ത് ലഭിച്ചത് എവിടുന്ന? കരുത്ത് ലഭിച്ചത് നൂറ്റാണ്ടുകൾ കഴിഞ്ഞപ്പോ യാക്കോബ് എഴുതി വെച്ചു, അവൻ ഏലിയാവ് നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യൻ, മഴ പെയ്യാതിരിക്കേണ്ടതിന് അവൻ പ്രാർത്ഥനയിൽ അപേക്ഷിച്ചു. അത് വെളിപ്പാണ്. ചരിത്രവേദന തപ്പിയെടുത്തല്ലോ. അദ്ദേഹം പ്രാർത്ഥിച്ചു. അദ്ദേഹം ഇങ്ങനെ ചിന്തിച്ചു കാണാം, ഇങ്ങനെ ഒരു മനുഷ്യത്തിന് ശക്തമായി ഒരു പ്രഖ്യാപനം നടത്തണമെങ്കിൽ അതിന്റെ പിന്നിലെ ആ അദ്ദേഹത്തെ സ്വാധീനിക്കുന്ന ഘടകം എന്തുവാ? പ്രാർത്ഥിച്ചപ്പോ യാക്കോബിനോട് ദൈവാത്മാവ് പറഞ്ഞു, യാക്കോബേ, നീ അറിയാത്ത, ആ തലമുറയിൽ ആരും അറിയാത്ത, നിനക്ക് പുറകിൽ ഒറ്റ മനുഷ്യൻ പോലും അറിയാത്ത ഒരു പ്രാർത്ഥന പോരാളി ഗിലെയാദിന്റെ മലഞ്ചെരുവിലുണ്ടായിരുന്നു. മഴ പെയ്യാതെ 7 പ്രാവശ്യം പ്രാർത്ഥിച്ചു. ഓക്കെ, മഴ പെയ്യാതിരിക്കാൻ എത്ര പ്രാവശ്യം പ്രാർത്ഥിച്ചു?
ആര് പറഞ്ഞു? മഴ പെയ്യാതിരിക്കാൻ ഏരിയ നമ്മൾ പ്രാർത്ഥിച്ചു. രേഖകളുണ്ടോ? ദീർഘനാളുകൾ പ്രാർത്ഥിച്ചു. അധർമ്മത്തിനെതിരെ പ്രാർത്ഥിക്കുക, ദൈവമഹത്വം വെളിപ്പെടാൻ പ്രാർത്ഥിക്കുക. മുട്ടുമടങ്ങിയിരുന്ന ഭക്തനോട് തമ്പുരാൻ പറഞ്ഞു, ഏലിയാവേ, ഇനി ശാന്തമായി എഴുന്നേൽക്ക്. പ്രാർത്ഥിച്ച് കരുത്താർജിച്ച നിന്നെ അധർമ്മം വ്യാപരിച്ചു നിൽക്കുന്ന ഇസ്രായേലിന്റെ മണ്ണിനകത്ത് എല്ലായിടത്തും അല്ല ഞാൻ വിടുന്നേ. അവൻ ഈ അധർമ്മങ്ങളെ ദേശത്തിലേക്ക് അഴിച്ചു വിടുന്ന ഉറവിടത്തിലേക്ക് നിന്നെ ഞാൻ വിടുന്നു. അഭിഷേകമുള്ളവന് ഉറവിടം കിട്ടും, പ്രാർത്ഥിക്കുന്നവന് ആര് കൂടി നിന്നില്ല രഹസ്യ മണ്ഡലത്തിൽ നിന്ന് കുറെ സമയം സ്തോത്രം ചെയ്യാൻ തയ്യാറാകാൻ വേണ്ടി ദൈവം ഈ നാവിനെ ദൈവം അധികാരമുള്ള നാവാക്കി മാറ്റി. രഹസ്യത്തിൽ ഇരുന്നുകൊണ്ട് കുറെ സമയങ്ങൾ അവൻ പ്രാർത്ഥിക്കാൻ തയ്യാറാകാമോ? യൗവനക്കാരെ, നിങ്ങളുടെ മൊബൈൽ ഫോൺ, നിങ്ങളുടെ അവൻ വാട്സപ്പ്, നിങ്ങളുടെ ഫേസ്ബുക്കും ഒക്കെ അവൻ നിങ്ങളൊന്ന് സ്റ്റോപ്പ് ചെയ്ത് വെച്ചിട്ട് ആത്മതലങ്ങളിൽ കയറാൻ തയ്യാറുണ്ടോ? അധികാരമുള്ളവരായി മാറും. പ്രാർത്ഥിച്ച ഒരു അധികാരി പ്രാർത്ഥന കഴിഞ്ഞ് എഴുന്നേറ്റ് പോകേണ്ടത് എവിടെയാണെന്നറിയാം? ഉറവിടത്തെ തൊട്ടാൽ ഇസ്രായേൽ ശരിയാവും. തനിക്ക് കൊടുത്ത സന്ദേശം വഴി എന്നൊന്നും പറയാനുള്ളതല്ല. അവിടെ പോകാനുള്ള ഈ പുള്ളിക്കാരി ഇങ്ങനെ ഈ കുഞ്ഞ് കറ്റേ കൊണ്ട് ഇങ്ങനെ പോവാം, കറ്റേ കൊണ്ട് പോവാം. അപ്പൊ ഞാൻ എന്നോട് പറയാം, ഞാൻ പറഞ്ഞ കാരണം മഴ പെയ്യുക, എന്നോട് കൊണ്ടുപോകും. ഇതിനോട് പറയേണ്ട കാര്യം എനിക്കുണ്ടോ? ഇല്ല. ഈ കുഞ്ഞ് കറ്റേ കൊണ്ട് പോവാം, അവരോട് പറയാം എവിടെ കൊണ്ടുപോവാം? ഞാൻ ഇസ്രായേലിന്റെ അടുത്ത് കൊണ്ടുപോകാം. ഞാൻ ഇനി മഴ നിർത്താൻ പോകും. ഇതൊന്നും ഇവരോട് പറയേണ്ട കാര്യം ഇല്ല. എന്റെ തമ്പുരാൻ കാണിച്ചത് എവിടെ പറയണമെന്നാ? ഉറവിടത്തിൽ. ഉറവിടത്തിൽ പറയാൻ ഇവരുടെ പോയിട്ട് നിൽക്കും. അവൻ ഇവരുടെ പോക്ക് നിൽക്കണമെങ്കിൽ ഞാൻ മൂന്ന് എവിടെയിടണം? ദേശത്തെ ആത്മമണ്ഡലം അടഞ്ഞു കിടക്കുകയാണെങ്കിൽ ആ പട്ടണത്തിൽ അറിവിൽ കൊണ്ടുവന്ന കർത്താവിന്റെ വരവും അനന്തര സംഭവങ്ങളും എന്തുവാ? ആത്മതല മൊത്തം വിചാരി കെട്ടിയിട്ട് കേട്ട് ടാക്ക് കൊടുക്കും. ആ മാനദണ്ഡത്തിൽ അപ്പണ്ടിക്കാൻ കൊടുക്കും. കാവളം തൊലിച്ചു കഴിഞ്ഞ് എന്ത് സംഭവിക്കും? ഈ കാവളം തൊലിച്ച് പോകാനുള്ള കാര്യം പറഞ്ഞു. പിന്നെ അവർ കണ്ടുകൊണ്ട് തന്നെ സംഭവിക്കും. അതിനവരുടെ വാഴ്ചയിൽ എന്ത് സംഭവിക്കും? എല്ലാവർക്കും സംഭവിക്കുന്നു. ഈ കാവളം തൊലിച്ച് ഇവിടുന്ന് എങ്ങനെ പോകാനുള്ള കാര്യം പറഞ്ഞു കൊടുക്കാനുള്ളത് അത് കഴിഞ്ഞല്ലോ. പുതുവാരവും എങ്ങനെ അതൊന്നും പോയി കാണാം. എല്ലാവരും ഈ കാവളതൊലിക്ക് അപ്പുറം നടക്കുന്നതിനെ കുറിച്ച് ഇങ്ങനെ സ്റ്റഡി നടത്തുക. ഈ സ്റ്റഡി നടത്തുന്നവർക്ക് പോകുവാണ് എനിക്കറിയാം. ഇത് പോകാൻ പാടില്ല, പോകാൻ പാടാ. വിളക്ക് കത്തിയിരിക്കണം. സ്തോത്രം. മണവാളന്റെ വരവെപ്പോഴാ അറിയത്തില്ല. എണ്ണ നിറഞ്ഞിരിക്കണം. എണ്ണ എല്ലാവരും വിളക്കിട്ടേക്കും വന്ന് കഴിഞ്ഞുള്ള സംഭവം പഠിക്കുക. സ്തോത്രം. എണ്ണ കുറവാണ്, തീയോ അധികം കുറവാണ്. പക്ഷെ എനിക്ക് അന്ത്യകാല ശാസ്ത്രം ഞാൻ സ്റ്റഡി ചെയ്തോണ്ടിരിക്കും. അവിടെ ചെന്ന് സ്റ്റഡി ചെയ്യാം. പഠിക്കുന്നത് തെറ്റില്ല, പക്ഷെ ഈ കാര്യങ്ങൾ ഓക്കെ അങ്ങനെ പഠിക്കാം. സ്തോത്രം. പിന്നെ പഠിക്കുന്നത് കാണാൻ കഴിയാതെ പോയാൽ ഏലിയാവ് പോകുന്ന വഴിക്ക് ഞാൻ പറഞ്ഞില്ല, അതിനാണ് മഞ്ഞുമഴ ഉണ്ടാക്കുന്നത്. ഈ അധർമ്മം കാണിക്കുന്നത് എല്ലാവരും പറഞ്ഞു നടക്കുക. അദ്ദേഹത്തിന് അറിയാം, പറയേണ്ട സ്ഥാനത്ത് ഞാൻ പറയും, സകല ബദലിൽ പോകാം. ഇത് അഭിഷേകം. അവൻ ഉറപ്പെടുത്തേതുള്ളൂ. എല്ലാവർക്കും കേൾക്കും, അതൊന്നും പറയാൻ നിൽക്കുക. ഓടേണ്ടടുത്ത് പോകും, അവൻ പറയേണ്ടടുത്ത് പറയും, പ്രഖ്യാപിക്കേണ്ടത് പ്രഖ്യാപിക്കും. കണ്ണുകൾ അടയ്ക്കാമോ?
Hallelujah. Praise the Lord. ഈ പ്രാർത്ഥനകളിൽ ഒരു ദേശ തലങ്ങളെ തൊടാൻ കഴിഞ്ഞില്ലെങ്കിൽ പോലും